വാള് പറയുന്ന എല്ലാ ഉസ്താദന്മാരോടും ഞാൻ ഓർമ്മിപ്പിക്കാൻ, നീ നരകത്തിലാണെന്നല്ല, അല്ലാഹു ഗഫൂറൻ, അവൻ റഹീമൻ. ഇപ്പോ ഇവിടെ വെച്ച് പലിശ മേടിച്ചിട്ടുണ്ട്, അപകടമാണ്, അപകടമാണ്, അപകടമാണ്. പലിശയുടെ ഒരു അംശമെങ്കിലും നിന്റെ വയറ്റിൽ ചെന്നാൽ കുല്ലു മാലിന നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. നിഷിദ്ധമായ ഹറാമിൽ നിന്ന്, പലിശയുടെയോ ലോട്ടറിയുടെയോ സമ്പാദ്യത്തിൽ നിന്ന് ആരെങ്കിലും ഒരൽപ്പം ഒരു അണുമണി തൂക്കമെങ്ങാനും വെട്ടിച്ചു പോയാൽ ഫന്നാറു ഔലാ ബിഹി, അവൻ നരകത്തിന്റെ ഉടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 1000 നിന്നുണ്ട്, 10,000 നിന്നുണ്ട്, പലിശയുടെ പൈസയിൽ നിന്ന്, ലോട്ടറിയുടേതാകട്ടെ പലിശയുടേതാകട്ടെ, മിസ്കാലു ദർറ, ഒരു അണുമണി തൂക്കമെങ്ങാനും വയറ്റിന്റെ ഉള്ളിൽ പോയാൽ മതി. പിന്നെ നിന്നെ നിസ്കാരം സ്വീകരിക്കില്ല, പിന്നെ നിന്റെ ഹജ്ജ് സ്വീകരിക്കില്ല, പിന്നെ നീ ഉഹദ് മലയോളം ദാനം ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. ഒരാള് പലിശയുടെ 1 രൂപയുടെ ഭക്ഷണം അവൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക, അല്ലാഹു നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ പലിശയുടെ 1 രൂപ അവന്റെ വയറ്റിൽ പോയി. അതിന്റെ അന്നേ ദിവസം അവൻ 1 കോടി രൂപ ഈ ആദിക്കാട്ടുകുളങ്ങര പള്ളിക്ക് കൊണ്ടുവന്ന് ദാനം ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല കേട്ടോ. അതുകൊണ്ട് നിന്റെ പലിശയുടെ 1 രൂപ മറികടക്കില്ല കേട്ടോ. കാരണം എന്താ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. സൽക്രമങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് പലിശ വലിയ ഭയാനകരമാണ്. അത് പിശാചിന്റെ മാന്ത്രിക വിദ്യയാണ്. പലിശ തിന്നുന്നവൻ, പലിശ തീറ്റിക്കുന്നവന്, പലിശക്ക് വേണ്ടി എഴുതുന്നവന്, പലിശക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നവന് എല്ലാവരും അവരെല്ലാവരും നരകത്തിന്റെ വിറക് കൊള്ളുകളാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കള്ള് ഒരൽപ്പമെങ്ങാനും കുടിച്ചിട്ടുണ്ടോ? പാതകമാണ്. ആരെങ്കിലും ഒരു കള്ളുകുടിയനായി മരിച്ചു പോയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വരുന്ന സമയത്ത് ക്ഷീണം മാറ്റാൻ ഒരു കോട്ടിറങ്ങാനും അടിച്ചിട്ട് വന്നിട്ട് രാത്രിയിൽ കിടന്നിറങ്ങി ആ ഉറക്കത്തിലെങ്ങാനും നീ ഒന്ന് മരിച്ചു പോയാൽ മമ്മാത്ത മഗ്മൂസൽ ഖംരി സഖാഹുല്ലാഹു മിനൽ അവനെ അല്ലാഹു നാളെ നരകത്തിലെ കുടിപ്പിക്കുന്നത് കൂത്തിൽ നിന്നാണ്. സഹാബത്ത് ചോദിച്ചു, നബിയേ നബിയെ ഹൂത്തെന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി ഹൂത്തം എന്നറിയോ? അഭിസാരികളായ വേശ്യാവൃത്തിക്കാരായ പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ രഹസ്യഭാഗത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചലം കൊണ്ട് നിറക്കപ്പെട്ട പുഴയാണ് കൂട്ട്. മദ്യപാനിയായി മരണപ്പെട്ടു പോയവന് അല്ലാഹു നാളെ കൊടുക്കുന്നത് ഈ പുഴയിൽ നിന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ നാട്ടിലെ പള്ളിയുടെ ഖബർസ്ഥാനിലെ ഖബറടക്കപ്പെട്ട എത്രയെത്ര ആളുകളെ കാത്തിരിക്കുന്നത് ഈ ദുരന്തമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, എന്റെ സുഹൃത്തുക്കളെ, എന്റെ കലയിന്റെ കഷണമായ ചെറുപ്പക്കാരാ, ഉമർ മദ്യപിച്ചിട്ടുണ്ട് മോനെ, ഖാലിദും മദ്യപിച്ചിട്ടുണ്ട് മോനെ, സൈദും മദ്യപിച്ചിട്ടുണ്ട് മോനെ. അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് കേട്ടപ്പോ, അല്ലാഹുവിന്റെ നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകളെ കുറിച്ച് കേട്ടപ്പോ അവർക്കെല്ലാം മാനസാന്തരമുണ്ടായതുപോലെ ഈ പ്രവർത്തകരെന്ന് വന്ന് ക്ഷണിച്ചതും ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചതും ഒരാളുടെ ജീവിതത്തിന്റെ ഹിദായത്തിന് തുടക്കമാകുമെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നരകത്തിന്റെ ഭയാനത കേട്ടപ്പോ ഒരു ദിവസം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ മാറ്റം തരട്ടെ. എന്തുകൊണ്ട് സഹോദരങ്ങളെ, എത്ര തെറ്റ് ചെയ്താലും അവന് നന്മയിലോട്ട് മടങ്ങാൻ ഒരൊറ്റ നിമിഷം മതി. ഈ നിമിഷം, ഇപ്പോ അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ. ഒന്ന് ഉറക്ക ആമീനെങ്കിലും പറയും. അതെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടൊരു അവസരം തന്നാലോ. എന്തുകൊണ്ട്? ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. ഒരു ചെറിയ സംഭവം നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ ഒരു വഅളാണ്,
ഇവിടെ വെച്ചിട്ട് നമ്മൾ നന്നായാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ നരകത്തിൽ തേളുകളുണ്ട്, നരകത്തിൽ പാമ്പുകളുണ്ട്, നരകത്തിന്റെ തേളുകളെ കുറിച്ച്, പാമ്പുകളെ കുറിച്ച്, നരകത്തിന്റെ തീയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുകയാണ് മദീനത്തെ പള്ളിയിൽ. നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥകളും ഭീമാകാരമായ തേളുകളെ കുറിച്ച്. നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷം ചീറ്റും പാമ്പുകൾ, ഉഗ്രന തേളുകൾ. വർഷം 1000 എത്തിയാലും തന്നെ അത് കുത്തിയ വേദന മാറുകില്ലേ പൊന്നേ. മഹാനായ തടവാ ഉസ്താദ് നമ്മോട് പറഞ്ഞു തന്നതുപോലെ ആ നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ അതുവരെ ഒരു തെമ്മാടിയായ മനുഷ്യൻ കടന്നുപോയി. നാളെ തെമ്മാടികൾക്ക് നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷ കേട്ടപ്പോ അയാൾ വല്ലാതെ പേടിച്ചു പറച്ചുപോയി. ആ സദസ്സിൽ വന്നയാള് കേൾക്കാനിരുന്ന് റോഡിലൂടെ നടന്നു പോയതാ. ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ ഈ തിരക്കേറിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന പലരും ഇവിടെ കയറാറില്ലേ? അതേപോലെ പ്രസംഗം കേൾക്കാമെന്നതല്ല, നടന്നു പോകുന്നവരിലെ ഹബീബായ നബി തങ്ങളുടെ പ്രസംഗം കേട്ട് കയറി വന്നതാൽ അയാൾ വന്ന സദസ്സിലുള്ളൂ. ഹബീബായ നബി തങ്ങളായ തോടി നരകത്തിൽ അല്ലാഹു അക്രമികളെ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് കല്ലുകളെയാ. കല്ലിന് പോലും തീ പിടിക്കുന്ന ചൂടാണ് നരകത്തിനെന്നായ തോന്നിയപ്പോ ആ സഹാബി ആ മനുഷ്യൻ, തെമ്മാടിയായ മനുഷ്യൻ ബോധരഹിതനായി താഴേക്ക് വീണു. അല്ലാഹുവിന്റെ റസൂൽ പോയി താങ്ങിയെടുത്ത് മടിയിലേക്ക് കിടത്തി. ഹബീബായ നബി തങ്ങളെ മെല്ലെ ഇങ്ങനെ തട്ടി എഴുന്നേൽപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ കരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അയാള് പറഞ്ഞു, നബിയേ എനിക്ക് നരകം കേട്ടിട്ട് പേടിയാവുന്നു നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ വലിയ തമ്മാടിത്തരങ്ങൾ ചെയ്തവനാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലോകത്തിലെ ഏറ്റവും പവിത്രമായ കരതലങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യേക്കാൾ മൃദുലമായ പട്ടുവസ്ത്രത്തിൽ ഇതേവരെ ഞാൻ തൊട്ടിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ പട്ടിനേക്കാൾ മൃദുലമായ ഹബീബായ മുത്തിന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് ആ മനുഷ്യൻ ഷഹാദത്ത് കലിമ പറഞ്ഞു. അയാൾ ഹബീബായ നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നിട്ട് കണ്ണടച്ച് വഫാത്തായി. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ വജബലഹുൽ ജന്ന. ഈ മനുഷ്യന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ല നബിയേ. ഈ പ്രസംഗം തുടങ്ങുമ്പോൾ ഇവൻ തമ്മാടിയായിട്ട് ഇവിടെ കയറി വന്നതാണ്. തിരിച്ചു പോകുന്ന മുസ്ലിമായിട്ട് അങ്ങയുടെ മടിയിൽ കിടന്ന് മരിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ മനുഷ്യന് സ്വർഗമുറപ്പാ, ഇവന് സ്വർഗമുറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാരോ, അയാൾ ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ലല്ലോ, ഒരു വഖത്ത് ഫർള് നിസ്കാരം നിർവഹിച്ചിട്ടില്ലല്ലോ, അയാൾ ഒരു റമളാനിനെ നോമ്പ് പിടിച്ചിട്ടില്ലല്ലോ. വളരെ കേട്ടു, മനസ്സിന് വല്ലാതെ പേടിയുണ്ടായി. അവിടെ വെച്ച് മനസ്സിൽ തീരുമാനമെടുത്തു, ഇൻഷാ അല്ലാഹ് അധർമ്മത്തിനോട് വിട. ഇനി ഞാൻ മദ്യപിക്കുകയില്ല, ഇനി ഞാൻ പലിശ മേടിക്കുകയില്ല, ഇനി ഞാൻ ലോട്ടറി എടുക്കുകയില്ല. ഇനി എന്റെ ജീവിതം എന്റെ റബ്ബിന് വേണ്ടി മാത്രമാണെന്ന് ചിന്തിച്ചിട്ട് ഇന്ന് രാത്രി ആദിക്കാട്ടുകുളങ്ങര പള്ളിയുടെ മുറ്റത്തിരുന്നിട്ട് ഹൃദയസ്തംഭനം വന്ന് മരിച്ചുപോയാ അല്ലാഹു സ്വർഗം നൽകുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. ചാൻസ് ഉണ്ട് മോനെ. വിനീതനായ കബീർ വാക്കവി ശപിച്ചിട്ട് പറയല്ല, നിനക്ക് സ്വർഗം ഉറപ്പാന്ന് പറയല്ല. ഇതേവരെ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ വെച്ച് അല്ലാഹുവിന്റെ പള്ളിയുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവിന്റെ മഹാന്മാരെ സാക്ഷി നിർത്തിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയില്ല ഇല്ല. അങ്ങനെയല്ലേ ഉമർ മാറിയത്, അങ്ങനെയല്ലേ ഉമർ മാറിയത്. അല്ലാഹുവിന്റെ റസൂൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ ഖുർആൻ ഓതുമ്പോ ഒരു ചെറിയ മനുഷ്യൻ അവിടേക്ക്, കുള്ളനായൊരു മനുഷ്യൻ കടന്നു വന്നു. യാ റസൂലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയേ ഞാൻ വിശ്വസിച്ചു നബിയേ.
അങ്ങോട്ട് ഖുർആൻ കേട്ടപ്പോ എനിക്ക് അള്ളാന്റെ ദീൻ വരുന്ന നബിയെ, അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ മുസ്ലിമായി കഴിഞ്ഞപ്പോ അന്ന് ഹബീബായ നബി ഞങ്ങളൊരു യുദ്ധത്തിന് പോവുകയാണ്. അയാൾ ചോദിച്ചു, നബിയെ മുത്ത് റസൂലേ, ഞാനും അങ്ങയുടെ കൂടെ വന്നുകൊള്ളട്ടെയോ ഒരു ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കാൻ? അവർ യുദ്ധസന്നാഹത്തിന്റെ കൂടെ അന്ന് മുസ്ലിമായ ചെറുപ്പക്കാരനെ സുബൈ കഴിഞ്ഞിട്ടാണ് അയാൾ മുസ്ലിമായത്. അയാൾ കൂടെ കൂടി പോയി നേരെ യുദ്ധം തുടങ്ങിയപ്പോ ആയുധധാരികളായ ശത്രുക്കളുടെ ഇടയിലേക്ക് പൊക്കം കുറഞ്ഞ ഈ പാവപ്പെട്ട മനുഷ്യനെടുത്തു ചാടി ആദ്യത്തെ വെട്ടുകൊണ്ട് തന്നെ അയാളുടെ കഴുത്ത് വെട്ടുമുറിക്കപ്പെട്ടു പോയി. ദുഹറിന് മുമ്പേ അയാൾ വഫാത്തായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വൈകുന്നേരം ശിരസിട്ട് കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ ചെറുപ്പക്കാരന്റെ ശവശരീരം മൃതശരീരം കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ തലവെട്ടപ്പെട്ട് കിടക്കുന്നതാരാ? സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആന്റെ പാരായണം കേട്ടതിന്റെ സാരത്ത് വന്നിട്ട് വിശുദ്ധമായ സത്യമതത്തെ പുലുകിയ സഹാബിയാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബി, ഈ മനുഷ്യന് സ്വർഗമുറപ്പാ. സഹോദരങ്ങളെ, സുബഹി കഴിഞ്ഞിട്ട് മുസ്ലിമായി ളുഹറിന് മുമ്പ് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഒരു സുജൂദ് പോലെ റബ്ബിന്റെ മുമ്പിൽ ചെയ്തിട്ടില്ലല്ലോ. മുസ്ലിമായപ്പോ ശുക്രായിട്ട് ചെയ്ത ഒരൊറ്റ സുജൂദല്ലാതെ രണ്ടാമതൊരു സുജൂദാ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആദിക്കാട്ടുകുളങ്ങരയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പെങ്ങളെ, ഈ നിമിഷം അല്ലാഹു നൽകിയ സൗഭാഗ്യമാണ്. തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹാ. അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തലിച്ചു മടങ്ങണേ. ഇന്ന് മരിച്ചാൽ സ്വർഗമുറപ്പാ, ഇപ്പം മരിച്ചാൽ സ്വർഗമുറപ്പാ. എപ്പോഴാ മരിക്കുന്നതെന്നറിയില്ലല്ലോ. അല്ലാഹു നമുക്ക് എപ്പം മരിച്ചാലും മുത്തഖീങ്ങളായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴാ മരിക്കണേന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എപ്പം മരിച്ചാലും സ്വർഗം ഉറപ്പാക്കിയിട്ട് മരിക്കാം, ഉറപ്പാണ്. അല്ലാഹു നമ്മുടെ സദസ്സുകളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ പ്രഭാഷണങ്ങൾ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും മുഅ്മിനീങ്ങളാക്കി അല്ലാഹു തീർക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ ദീൻ പറയാൻ നിയോഗിക്കപ്പെട്ടവർ, ഈ സാധുക്കളോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞ് തളർന്നു കിടന്നുറങ്ങേണ്ട സമയത്ത് കിടന്നുറങ്ങേണ്ടവർ, ഞങ്ങൾ രണ്ടു കൂട്ടരും നിന്റെ തൃപ്തിക്ക് വേണ്ടി വന്നിരുന്നവരാണ്. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് തരണേ തമ്പുരാൻ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് തരണേ തമ്പുരാൻ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്നും നിൽക്കരുത്. റബ്ബ് രണ്ട് വഴി, എതിലെ വേണേലും സഞ്ചരിക്കാം. നരകത്തിന്റെ വഴിയെങ്കിൽ നരകത്തിൽ, സ്വർഗത്തിന്റെ വഴിയെങ്കിൽ സ്വർഗത്തിൽ. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നല്ല വഴിയിലൂടെ പോയവൻ വിജയിച്ചു. എന്നിട്ട് അല്ലാഹു പറയാൻ, എടാ മനുഷ്യ, കദ്ദബത്ത് സമൂദ് ബിത്തഖ്വാ. നിങ്ങൾക്ക് സമൂദ് ഗോത്രത്തെ അറിയുമോ? അവർ തെറ്റിന്റെ പാതയിലൂടെ സഞ്ചരിച്ചവരാണ്. ഒരു ഇടിമുഴക്കം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ സമൂദ് ഗോത്രത്തെ തുടച്ചു മാറ്റിയിട്ടുണ്ട്. നിന്നെ തുടച്ചു മാറ്റണമെങ്കിൽ നീ നേരെ തിരിച്ചെന്റെ പാതയിലേക്ക് വാ. എന്തായത്തിന് അതൊരു ചെറിയ സൂറത്താണ് ഞാൻ അർത്ഥം പറയണത്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാ, നിനക്ക് രണ്ട് വഴിയുണ്ട്, നീ നല്ല വഴിയിലൂടെ സഞ്ചരിക്ക്. ഉമ്മ പറയൂല, മോനെ ഈ വഴിയിൽ കൂടെ പോ. ഇല്ല, ഞാൻ അപ്പുറത്തോടെ. നിനക്ക് പിന്നെ അറിഞ്ഞോളൂ. ഉമ്മ സാധാരണ പറയൂലേ, പറയാറില്ലേ? ഇവിടുത്തെ ഉമ്മാരൊന്നും പറയില്ല. ഉമ്മ ഞാൻ ഇതേപോലെ പോ മക്കാരം 10 രൂപ ഉമ്മ ഇങ്ങോട്ട് തരാന്നാ പറയാ. ഉമ്മാന്റെ കുട്ടി അതുവഴി പോവരുത് കേട്ടോ. ഇല്ലുമ്മ ഞാൻ ഇതിലേ പോകൂ. എന്നാ പോട മോനെ, പിന്നീട് നിനക്ക് മനസ്സിലാവും. അള്ളാ അതേ വാക്കി പറയാൻ, രണ്ട് വഴി നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്, നേരായ വഴി കൂടെ പോ. നിന്റെ ഹൃദയത്തെ നന്നാക്ക്, തെറ്റിൽ നിന്നും മാറ്, തിരിച്ചു വാ. അല്ലെങ്കിൽ നിനക്ക് ഇവന്റെ കഥ അറിയാവോ? ഒരു ഉമ്മ ഒരു ഉപ്പ ഉപദേശം നൽകും പോലെ അള്ള പറയണ സൂറത്താണിത്. എടാ മോനെ, നിനക്ക് ഈ ലോകത്തെ അവന്റെ കഥ അവൻ എങ്ങനെ നടന്നവനാ? അവൻ എത്ര വലിയവനായിരുന്നു. ഇപ്പൊ അവന്റെ കിടപ്പ് കണ്ടോ? ഇപ്പൊ തകർന്നത് കണ്ടോ കുട്ടിയെ? അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി നല്ല വഴിക്ക് വാ എന്ന് പറയുന്ന സ്നേഹത്തോടെ, റബ്ബ് സ്നേഹമുള്ളവനാണ്, അള്ളാഹു ഔദാര്യമുള്ളവനാണ്. അവൻ പാപം പൊറുക്കുന്നവനുമാണ്, അവൻ പാപം മറച്ചു വെക്കുന്നവനുമാണ്, ഗഫൂറുമാണ്, സത്താറുമാണ്.
അല്ല പറയാ സ്നേഹത്തോടെ വാ തിരിച്ച്. സമയമുണ്ട് സഹോദരങ്ങളെ, അതിക്രമിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തകർത്ത് കളയും. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തകർത്ത് കളയും. ഒന്നുകിൽ അതൊരു ക്രൂരനായ ഭരണാധികാരിയുടെ കീഴിലായിരിക്കാം, അല്ലെങ്കിൽ ഇടിമുടക്കങ്ങളോ സ്ഫോടനങ്ങളോ ഭൂമികുലുക്കങ്ങളോ ആയിരിക്കാം. രണ്ടാലൊരു രീതിയിൽ നിങ്ങൾ അനുഭവിക്കും തീർച്ച. മുഖം നന്നാവാത്തതിന് കണ്ണാടി അറിഞ്ഞുപിടിച്ചിട്ട് കാര്യമുണ്ടാ? മുഖം നന്നാവാത്തതിന് കണ്ണാടി എറിഞ്ഞൊടിച്ചിട്ട് കാര്യമുണ്ടാ? ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, റോഹിംഗ്യയിലെ പാവപ്പെട്ടവർ ദീനിനു വേണ്ടി വെടിയുണ്ടയേറ്റ് പിടയുമ്പോഴും നമുക്കിവിടെ കഞ്ചാവ് വലിയും ആഭാസവും പെണ്ണുപിടുത്തുവാണെങ്കിൽ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി ദുആ ചെയ്യുക? പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി ദുആ ചെയ്യുക? പടച്ചോന് 27 രാവിലെ ദുആ, അല്ലാഹു മൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ. അല്ലാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ പാവങ്ങളെ നീ സഹായിക്കണേ അല്ലാ എന്ന് പറയൽ ദുആ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ പ്യുവറായ വഴിയിലേക്ക് മടങ്ങും. ആരാ സമൂദ് ഗോത്രം? ഒരു നാട് മുഴുവനും പരന്നു കിടക്കുന്ന കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നവർ. നമ്മളെ പോലെയല്ല. അവരെവിടെ? തകർന്ന് തരിപ്പണമായി. അതുകൊണ്ട് സഹോദരിമാരെ, ഫറോവയുടെ കൊട്ടാരത്തിലെ ആസിയാവാൻ നമ്മൾ തയ്യാറെടുക്കും. ആസിയ ബീവി സ്വർഗം മേടിച്ചത് ഫിറോന്റെ കൊട്ടാരത്തിൽ താമസിച്ചിട്ടാണ്. നമുക്കിപ്പോൾ ഏതായാലും ഫിറോന്റെ കൊട്ടാരമൊന്നും ഇല്ലോണ്ടോ? ഒരു ഇന്ത്യ എന്ന് പറയുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രം അത്ര ആശങ്കയിലോട്ട് പോയിട്ടില്ല. ആശങ്കയോടെ പലതും നമ്മൾ നോക്കി കാണുന്നുവെങ്കിലും വീണ്ടും ഒരു പ്രതീക്ഷയുടെ നാമ്പുകൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. മതേതര ചേരികൾ, ജനാധിപത്യ വിശ്വാസികൾ, മതേതരത്വത്തിന് മൂല്യം കൽപ്പിക്കുന്നവർ, അതൊക്കെ നമുക്ക് പ്രതീക്ഷയുടെ നാമ്പുകൾ. കവി സച്ചിദാനന്ദന്റെ മിനിങ്ങാത്ത പത്രസമ്മേളനം മുസ്ലിമീങ്ങൾ പോലും കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. സച്ചിദാനന്ദൻ കണ്ണ് എന്ന് പറയുന്ന കവിതയിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മുഖങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്ത സച്ചിദാനന്ദന്റെ പത്രസമ്മേളനമൊക്കെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വാക്ക് നൽകുന്നുണ്ട്. ഇപ്പോഴും ഒരു മതേതര ചേരി മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. തീവ്ര ഹിന്ദുത്വത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും, ഹരിയാനയിൽ പാവപ്പെട്ടവനെ കൊല്ലുമ്പോഴും നോട്ട് ഇൻ മൈ നെയിം, ഇത് എന്റെ പേരിലല്ല എന്ന് പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നടന്നുപോയത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാണ്. അവരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ പ്രതീക്ഷ എവിടെയാണ്? ഹരിയാനയിൽ പശുവിന്റെ പേരിൽ കൊല്ലുമ്പോഴും 2 ജഡങ്ങൾ മരത്തിൽ തൂങ്ങി നിൽക്കുമ്പോഴും ഹിന്ദുത്വ ഭീകരതയെ കുറിച്ച് നമ്മൾ മുന്നറിയിപ്പ് നൽകുമ്പോഴും ആ സമയത്ത് പാവപ്പെട്ട ജുനൈദ് ഖാനെ കൊല ചെയ്യപ്പെട്ടപ്പോ നോട്ട് ഇൻ മൈ നെയിം, ഇത് എന്റെ പേരിലല്ല എന്ന് പറഞ്ഞ്, ഇത് ഹിന്ദുവിന്റെ പേരിലല്ല എന്ന് പറഞ്ഞ് പ്ലക്കാർഡുമായി ഇന്ത്യയിലും അമേരിക്കയിലും കാനഡയിലും അണിനിരന്ന ഹിന്ദുക്കൾ, ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ, അവരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മളത് മറന്നിട്ടില്ല. അവരാണ് പറഞ്ഞത് നോട്ട് ഇൻ മൈ നെയിം, ഇത് ഞങ്ങളുടെ പേരിലല്ല. പക്ഷേ സഹോദരങ്ങളെ, ഇവിടെയിൽ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആതിരി ആയിഷയായ നമുക്ക് വല്ല നേട്ടമുണ്ടോ? ഇവിടെ ഇസ്ലാമിൽ ജനസംഖ്യ കൂടേണ്ട ഒരു കാര്യമില്ല. നമുക്കങ്ങനെ ഒരു ബോധ്യമില്ല. അവർ ബോധ്യപ്പെട്ട് വരുന്നുവെങ്കിൽ, ഏകനായി ദൈവത്തെ അംഗീകരിച്ചു വരുന്നുവെങ്കിൽ, അതവരെ പരലോകത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ ആയിഷ തിരിച്ചിട്ട് ആതിരയായാലും ദീനു വല്ല കൂട്ടമുണ്ടോ? ഉണ്ട്. ഇവിടെയാണ് ഹാദിയെ നമ്മൾ അഭിനന്ദിക്കുന്നത്. സമ്മർദ്ദത്തിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കൃത്യമായി പഠിച്ച ഒരു മതമാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിൽ അവസാനം വരെ തിരിച്ചു നിൽക്കും. അതുകൊണ്ട് സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫറോവയുടെ കൊട്ടാരത്തിലാണ് ആസിയ സ്വർഗം മേടിച്ചത്. അതുകൊണ്ട് നമ്മൾ ഫറോവയുടെ കൊട്ടാരത്തിലെ ആസിയാവുക, ജീവിതത്തിൽ നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയീൻ. ആമീൻ പറയീൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ ഈ അപജയങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇനിയും പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരു ഭാര്യ വ്യഭിചരിക്കുന്നത് ഭർത്താവ് നേരിട്ട് കണ്ടു. എന്നാ എന്താ നിയമം? രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ഭാര്യ വീട്ടിൽ വന്നപ്പോൾ ഭാര്യ വേറൊരുത്തന്റെ കൂടെ കിടക്കുന്നത് കണ്ണുകൊണ്ട് ഭർത്താവ് കണ്ടു. എന്താ നിയമം? ഒരാൾ 4 കാണിക്കുന്നു, അത് ഉപേക്ഷിച്ചിട്ട് 4 കെട്ടാന്നാ. അറിയില്ല, എത്ര പ്രാവശ്യം പറഞ്ഞിട്ട്. നിയമം അതിന് സാക്ഷികളായി 4 പേരെ ഹാജരാക്കണം. എത്ര പേരെ? 4 പേരെ ഹാജരാക്കണം.
ഒരു ഭാര്യയെ കുറിച്ചൊരു ഭർത്താവിന് ആരോപണം, വ്യഭിചാര ആരോപണം പറയണമെങ്കിൽ മിനിമം സാക്ഷി എത്രയാ? 4 പേര്. പിറ കാണാൻ, പെരുന്നാളിന്റെയോ റമദാനിന്റെയോ പിറ കണ്ടു എന്ന് ഉറപ്പിക്കാൻ എത്ര സാക്ഷി മതി? 2 സാക്ഷി. പിറവിക്ക് കാരണമാകുന്ന കാര്യം കണ്ടു എന്ന് ഉറപ്പിക്കാൻ 4 പേര്. മനസ്സിലായില്ല, കത്തിയില്ല. പിറ കണ്ടാൽ ഉറപ്പിക്കാൻ 2 പേര്, പിറവിയുടെ കാര്യം ഉറപ്പിക്കാൻ 4 പേര്. ഭാര്യ വേറെടുത്തിന്റെ കൂടെ വ്യഭിചരിക്കുന്നത് കണ്ടാൽ അത് പൊതുജനമധ്യത്തിൽ പറയണമെങ്കിൽ, ആരോപണം നടത്തണമെങ്കിൽ ഭർത്താവിന് 4 സാക്ഷി വേണം. നിങ്ങൾ എന്താ കഥ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഈ നിയമം ഇറങ്ങി സഹാബത്ത് മുഴുവനും വലിയ വിഷമത്തിലായി. എന്താ കഥ? അതിനു മുമ്പുള്ള കാലഘട്ടത്തിലും വ്യഭിചാരം നിർബാധം നടക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ഇസ്ലാം വന്നവര് തഖ്വയായിട്ട് ഇതൊക്കെ മാറിയത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ ഇരിക്കുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് ആ സദസ്സിൽ ഈ നിയമം പറഞ്ഞു കൊടുക്കവേ മഹാനായ സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആധുനിക കാലവുമായി ബന്ധപ്പെട്ട് ഖുർആന്റെ ഒരു ചരിത്രത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. സമാപനമായി ജീവിതത്തിൽ തിരിച്ചുവരവിന് അവസരമൊരുക്കാൻ യാ റസൂലല്ലാഹ്, സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടാൽ ഏറ്റവും കുറഞ്ഞത് 4 സാക്ഷികൾ വേണമെന്ന് നിയമം പറഞ്ഞാൽ, നബിയെ വ്യഭിചാരത്തിലുണ്ടായ മക്കളെ ഞങ്ങൾ പോറ്റണമല്ലോ നബിയെ, വല്ലവന്റെ കുട്ടികളെ ഞങ്ങളെ വാപ്പാന്ന് വിളിക്കുമല്ലോ നബിയെ, നബിയെ വല്ലവന്റെ മക്കളെ ഞങ്ങൾ മക്കളെ എന്ന് വിളിച്ചിട്ട് തീറ്റി പോറ്റണമല്ലോ യാ റസൂലല്ലാഹ്. നിങ്ങളുടെ ഭർത്താക്കന്മാര് വലിയ സമ്മർദ്ദത്തിലാണ് എന്ന് മാത്രമല്ല, സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് അതിന് സാക്ഷിയാവാൻ 4 പേരെ അങ്ങാടിയിൽ പോയി ഒപ്പിച്ചിട്ട് വരുമ്പോ ഇവര് കാര്യവും കഴിഞ്ഞ് പോയിട്ടുണ്ടാകുമല്ലോ നബിയെ. ഇങ്ങനെയാണ് ചോദിച്ച. ബാക്കവിയുടെ വാക്കൊന്നും അല്ല കേട്ടോ. നബിയെ, ഇത് നേരിട്ട് കണ്ടിട്ട് അങ്ങാടി പോയി 4 സാക്ഷികളെ ഒപ്പിച്ചിട്ട് പഞ്ചായത്ത് കിണറിന്റെ വീട്ടിൽ വരുമ്പോ ഇവരിപ്പോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാകൂല്ലോ നബിയെ. ഇതെന്തോ ഒരു നിയമമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചിരി വന്ന് ചോദ്യം കേട്ടപ്പോ. സദസ്സിലാണ് ചോദ്യം. ഇപ്പൊ ഞാനിങ്ങനെ നിൽക്കണ പോലെ ഇരിക്കുകയാണ്. സദസ്സിനാണ് ചോദ്യം. നബിയെ, 4 പേരെ ഒപ്പിച്ചുകൊണ്ട് വരുമ്പോ ഇവര് കാര്യവും കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാകുമല്ലോ നബിയെ. ഇത് പഞ്ചായത്ത് മേള പോലെയൊന്നും അല്ലല്ലോ സുബൈ മുതൽ തുടങ്ങിയിട്ട് ഇശായ്ക്ക് തീരാൻ. ഈ ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ചിരി പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ വിളിച്ചു ചോദിച്ചു, യാ മഅ്ശറൽ അൻസാർ, അമാ സമയത്തും ഖൗല സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് പറയുന്ന വർത്തമാനം നിങ്ങൾ കേൾക്കുന്നില്ലയോ? സഅദ് ഇബ്നു ഉബാദ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇത് കേട്ട ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ സമൂഹമായ അൻസാറുകൾ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, സഅദ് ഇബ്നു ഉബാദയെ പരിഹസിക്കൽ നബിയെ. സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞാൽ ഇതിൽ കാര്യമുണ്ട്. കാരണം സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു എങ്ങാനും ഒരു പെണ്ണിനെ മൊഴി ചൊല്ലിയാൽ, സയ്യിദ് ബിൻ ഉബാദ മൊഴി ചൊല്ലിയ പെണ്ണിനെ ഞങ്ങൾ മദീനയിൽ ഒരു പുരുഷന്മാരും വിവാഹം ചെയ്യില്ല നബിയെ. കാരണം സയ്യിദ് ബിൻ ഉബാദയുടെ കൂടെ ജീവിക്കാത്ത ഒരു പെണ്ണ് വേറൊരു പുരുഷന്റെ കൂടെ ജീവിക്കില്ല. സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അത്രത്തോളം മാന്യനാണ് നബിയെ. ഇത് കേട്ട അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. എന്താണ് ചെയ്യുക? ആകാശത്ത് നിന്ന് നിയമവുമായി വഹി വരുന്നില്ലല്ലോ, അല്ലാഹുവിന്റെ ഖുർആന്റെ നിയമം മാറ്റാൻ കഴിയില്ലല്ലോ. സയ്യിദ് ഇബ്നു ഉബാദ ഇങ്ങനെ സദസ്സിലിരുന്ന് ചോദിക്കുമ്പോഴാണ് അതാ സദസ്സിന്റെ മറുഭാഗത്തു നിന്നൊരു സഹാബി പാഞ്ഞു വരികയാണ്. ഖുർആന്റെ സംഭവങ്ങൾ എത്ര സംഭവ ബഹുലമാണ്. പഠിക്കു സഹോദരങ്ങളെ, പഠിപ്പിക്കു സഹോദരങ്ങളെ. ഞാൻ നിങ്ങളോട് വൈകിയ വേളയിലും ഇത് ആവർത്തിച്ച് പറയുന്നത് ജീവിതത്തിലേറെ ഗുണമാനങ്ങൾ കേൾക്കാത്തവർക്കുള്ളത് കൊണ്ടാണ്. അല്ലാഹു ബോധ്യം തരട്ടെ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ മാത്രമുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ല. കാരണം പഠിപ്പിക്കാൻ നിങ്ങളോട് പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാൻ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല, പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനുമല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല, പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. പിന്നെ ഞാനാരാ? കഴിഞ്ഞ 18 വർഷക്കാലമായി പടച്ചറപ്പിന്റെ ഖുർആനിനെ പ്രബോധനം ചെയ്യുന്ന വിനീതനായ നിങ്ങളിൽ ഒരുവനെന്ന രീതിയിൽ എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് പാഞ്ഞു വന്ന ഒരു സഹാബി പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്,
മദീനയിലെ പാവപ്പെട്ട ഒരു കർഷകനാണ് നബിയെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മദീനയിലെ ഈത്തപ്പഴത്തോട്ടത്തിൽ കൂടിവേറ് പോയത് എന്റെ ഭാര്യയും മക്കളെയും സന്തോഷത്തോടെ പോറ്റുന്നൊരു പാവപ്പെട്ട തൊഴിലാളിയാണ് ഞാൻ. ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ് ഞാൻ. രാവിലെ എഴുന്നേറ്റ് ഈത്തപ്പഴത്തോട്ടത്തിൽ പോകും. വൈകുന്നേരം വരെ എല്ലുമുറിയ പണിയെടുത്തിട്ട് എന്റെ ഭാര്യ മക്കളെ ഞാൻ പോറ്റാറുണ്ട്. പക്ഷെ ഇന്നലെ പതിവ് പോലെ രാവിലെ ഈത്തപ്പഴത്തോട്ടത്തിൽ പോയി വൈകുന്നേരം ഞാൻ തിരിച്ചെന്റെ വീട്ടിലെത്തിയപ്പോ എന്റെ ഭാര്യ വേറെടുത്തനുമായി കിടപ്പറ പങ്കിടുന്നത് കണ്ടു. യാ റസൂലല്ലാഹ്, ആരാണ് സഹോദരിമാരെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി? ഇതൊരു കച്ചവടക്കാരന്റെ കഥയല്ല, ഇതൊരു കൊള്ളക്കാരന്റെ വീട്ടിലല്ല, ഇതൊരു കള്ള് കച്ചവടക്കാരന്റെ വീട്ടിലല്ല. ഹബീബായ നബി തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിൽ കൈകെട്ടി നിസ്കരിച്ച ഒരു സഹാബിയുടെ ഭാര്യയെ കുറിച്ചാണ് ഇത് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലും മദീനയിൽ ജീവിച്ചിരിക്കുമ്പോ ആ മദീനയിലെ ഒരു വീട്ടിൽ നടന്ന സംഭവമാണിത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. ഏത് സാഹചര്യമാണ്, ആരാണ് മുമ്പിൽ നിൽക്കുന്നത്? വഹി പറഞ്ഞു കൊടുത്ത ജിബ്രീലിനെ കണ്ട, ഖുർആന്റെ നാദം കേട്ട മദീനയുടെ നായകനെ കണ്ട, ലോകത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യശാലികളുടെ മുമ്പിലാണ് ഇത് നടക്കുന്നത്. നബിയെ, ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ എന്റെ വീടിന്റെ അടുത്ത അയൽവക്കത്തുള്ള ഉമൈസ എന്ന ചെറുപ്പക്കാരൻ എന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു. നബിയെ, ആ ചെറുപ്പക്കാരന്റെ പേര് ഹുമൈസ എന്നാണ്. ബഹുമാനപ്പെട്ട സഹാബിക്ക് പരിചയമുള്ള ചെറുപ്പക്കാരനാ. ഞാനത് കണ്ണുകൊണ്ട് കണ്ടു. യാ റസൂലല്ലാഹ്, എല്ലുമുറിയെ പണിയെടുത്തിട്ട് എന്റെ ഭാര്യ പൊന്നുപോലെ നോക്കിയിട്ടും അവളെന്നെ വഞ്ചിച്ചിട്ടെന്റെ ഹൃദയം തകർന്നു. നബിയെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബി, നിനക്ക് സാക്ഷികളുണ്ടോ? 4 സാക്ഷികൾ ഇതിനുണ്ടോ? ഇല്ല യാ റസൂലല്ലാഹ്, എന്നാൽ നീ 100 ചാട്ടവാറടി വാങ്ങേണ്ടി വരും. ഭാര്യയെ കുറിച്ച് വ്യഭിചരിച്ചെന്ന് പറയണമെങ്കിൽ മിനിമം 4 സാക്ഷികൾ വേണം സഹാബി. അതില്ലെങ്കിൽ 100 ചാട്ടവാറടി നിനക്കാണ്. ഇസ്ലാം പെണ്ണിന് കൊടുത്ത സ്ഥാനമാണ്. ആതിര എന്ന പെണ്ണ് ആയിഷയായിട്ട് പിന്നെ നീ ആതിരയായി തിരിച്ചു പോയപ്പോ ജനം ടി വി അടക്കമുള്ള ഇവിടുത്തെ സംഘപരിവാറിന്റെ ചാനലുകൾ കാണിച്ചു കൊടുത്ത പ്രക്ഷേപണത്തിൽ ലോകത്തോട് നീ പറഞ്ഞത്, ഖുർആൻ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായി. എന്നെ വീട്ടിൽ കൊണ്ടുപോയി അവിടുത്തെ ഹിന്ദു വിൽപ്പനയിൽ എന്റെ പ്രവർത്തകർ എന്നോട് പറഞ്ഞുവെന്ന്, ഇസ്ലാമിൽ പെണ്ണിന് സ്ഥാനമില്ലെന്ന്, ഇസ്ലാമിൽ പുരുഷനാണ് ഖുർആനിന് മേധാവിത്വം എന്നെന്ന്. ആതിരെ, നിനക്ക് തെറ്റിപ്പോയി. അത് നിനക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. അത് നിനക്ക് പഠിപ്പിച്ചു, നിന്നോട് പറഞ്ഞ് പഠിപ്പിച്ചു തന്നത്. വർഗീയതയുടെ തിമിരം ഹൃദയത്തിലും കണ്ണിലും ബാധിച്ചവരായത് കൊണ്ടാണ്. പെണ്ണിനല്ലാണ്ട് ഖുർആൻ കൊടുത്തതേടെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസു നിസാ കർഹാ. സ്ത്രീകളുടെ സ്വത്തുക്കൾ നിങ്ങൾ ബലാത്കാരമായി പിടിച്ചെടുക്കരുത്. വായിക്ക് പെണ്ണെ ആതിരെ, ആതിരയോട് എനിക്ക് പറയാനുള്ളത്, ആതിര എന്ന പെണ്ണിനോട് എനിക്ക് പറയാനുള്ളത്, ഈ വർഗീയവാദികളുടെ തണലുകളില്ലാതെ, അവരുടെ ഭീഷണികളില്ലാതെ ഒരു രാത്രിയിൽ നീ സ്വച്ഛന്തമായിട്ടല്ലാണ്ട് ഖുർആൻ എന്ന് പഠിച്ചു നോക്ക്. ഭീഷണികളില്ലാതെ, സമ്മർദ്ദങ്ങളില്ലാതെ അവിടെ നിനക്ക് വായിക്കാൻ കഴിയും. ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അതിനൊരു പേര് വെച്ചത് അന്നിസ എന്നാണ്, സ്ത്രീകൾ. പുരുഷന്റെ പേര് പുരുഷൻ എന്ന പേരിൽ ഖുർആനിൽ അധ്യായമില്ല. അതിലെ 100 കണക്കിന് വരുന്ന സൂക്തങ്ങൾ പെണ്ണിന്റെ അവകാശത്തെ കുറിച്ച് പറയാനാണ്. പെണ്ണിനെ തലാഖ് ചെല്ലുന്നതിനെ കുറിച്ച്, അവളുടെ സ്വത്തുക്കളെ കുറിച്ച്. ലാ യഹില്ലു ലക്കും അൻ തരിസു നിസാ കർഹാ. സ്ത്രീകളുടെ സ്വത്തുക്കൾ നിങ്ങൾ ബലാത്കാരമായി പിടിച്ചെടുക്കരുത്. വാശിറൂഹുന്ന ബിൽമഅറൂഫ്. സ്ത്രീകളോട് നിങ്ങൾ വളരെ സ്നേഹത്തോടെ പെരുമാറണേ. ആ 100 കണക്കിന് ആയത്തുകൾ സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ പഠിച്ചതെന്ന പ്രവാചകനെ കുറിച്ച് പഠിക്കാതിരെ സ്വന്തം ജീവിതം കൊണ്ട് ഖുർആനിന് മറ്റൊരു വ്യാഖ്യാനം ലഭിച്ച അവതാരകനായ നബിയുനാ റസൂലുള്ളാഹ് 63 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യമാരെ ഇതേവരെ അടിച്ചിട്ടില്ല. വലംറതൻ വലാ ജാരിയ,
ഒരു വേലക്കാരി പെണ്ണിനോട് പോലും ഒരു സ്ത്രീയോട് വേണ്ടാത്തൊരു വർത്തമാനം മുത്ത് മുസ്തഫ പറഞ്ഞിട്ടില്ലാതിരെ. അതുകൊണ്ട് ഹിന്ദുത്വത്തിന്റെ ഭീകരതകളില്ലാതെ സമ്മർദ്ദങ്ങളില്ലാതെ ഒരു രാത്രിയിൽ നിശബ്ദമായി ഖുർആനെന്ന് വായിച്ചു നോക്ക്. വായനയിലാണ് തെറ്റുപറ്റിപ്പോയത്. അള്ളാഹുവിന്റെ ഖുർആൻ സ്ത്രീക്ക് കൊടുത്ത മഹത്വം ഏതെന്നറിയണമെങ്കിൽ താൻ തന്റെ വീടിന്റെ പള്ളിയുടെ മുമ്പിലിരിക്കുമ്പോ ഒരു സഹാബി ഒട്ടകപ്പുറത്തിരുത്തിയിട്ട് ഭാര്യയെയും വെച്ചുകൊണ്ട് വളരെ ദ്രുതഗമനം ചെയ്യുമ്പോ അഞ്ചശാ നിന്റെ ഒട്ടകത്തെ മെല്ലെ നടത്തണേ, മുകളിലിരിക്കുന്ന പെണ്ണ് വീഴാൻ പോകുന്നത് കണ്ടോ, അത് സ്ഫടികമാണ് സ്ഫടികമാണ് സ്ഫടികമാണ്, ആ പെണ്ണിനെ സ്ഫടികത്തെ നീ പൊട്ടിച്ചിലറിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്ത സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി അവൾ സ്ഫടികം പോലെയാണെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഞാൻ വിശദീകരിക്കുന്നില്ല. നിന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തണോ, 4 സാക്ഷികളില്ലെങ്കിൽ പറയുന്ന ഭർത്താവിന് ചാട്ടവാറടിയേക്കേണ്ടി വരുമെന്ന് മുത്ത് റസൂൽ പറയവേ. മഹാനായ സഹാബി ആരാണ്? സഹാബി എന്നറിയോ? ബഹുമാനപ്പെട്ട ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, ഞാനിത് കണ്ണുകൊണ്ട് കണ്ടതാണ് നബിയേ. എന്ന് മാത്രമല്ല സമയത്തു ബിഉദ്നയ്യ, ഞാൻ എന്റെ 2 ചെവി കൊണ്ട് കേട്ടതാണ്. സ്ത്രീ പുരുഷ സംസർഗം ഉണ്ടാകുമ്പോ വികാര പാരമ്യതയിൽ പറയുന്ന ചില ശബ്ദങ്ങൾ അത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു യാ റസൂലല്ലാഹ്. പക്ഷേ എനിക്ക് 4 സാക്ഷികളില്ല നബിയേ. ഞാൻ എങ്ങനെയാണ് കണ്ണുകൊണ്ട് കണ്ണു മറ്റൊരുത്തന്റെ കിടപ്പറയിൽ ശരീരത്തെ സമർപ്പിച്ചു കൊടുത്ത ഭാര്യയുടെ കൂടെ 4 സാക്ഷികളില്ലെന്ന് പറഞ്ഞ് എനിക്കിനി കിടക്കാൻ കഴിയില്ല നബിയേ. ഈത്തപ്പഴത്തോട്ടത്തിൽ കട്ടപ്പെട്ട് കുടുംബം പോറ്റിയുണ്ട്, അവൾ എന്നെ വഞ്ചിച്ചു യാ റസൂലല്ലാഹ് എന്ന് മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞ. ഒത്തിരി ഉണ്ട് പറയാൻ. ആരാ ഹിലാൽ ഇബ്നു ഉമയ്യ? സഹാബിയുടെ പേരെന്താ? ഞാൻ ചുമ്മാ കടകടാന്ന് പറഞ്ഞു പോയിട്ട് നിങ്ങൾ കേട്ടിട്ട് പോണ ശൈലി പറ്റൂല. ഈ സഹാബിയുടെ പേരെന്താ? ഹിലാൽ ഇബ്നു ഉമയ്യ. ആരാ ഹിലാൽ ഇബ്നു ഉമയ്യ? സഹാബി. ഇത്ര നമുക്കറിയാവൂ. അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ, ഈ ചരിത്രത്തിന്റെ തീവ്രത അറിയണമെങ്കിൽ എന്റെ ഭാര്യയുടെ കിടപ്പറയിലും മറ്റൊരുത്തനെ കണ്ണെന്റെ കൽബ് തകർന്നു എന്ന് പറയണമെങ്കിൽ ഈ ചരിത്രത്തിന് മറ്റൊരു ചരിത്രമുണ്ട്. അത് സൂറത്ത് തൗബയിലാണ്. ആരാണ് ഹിലാൽ ഇബ്നു ഉമയ്യ? ഖുർആൻ പേര് സൂചിപ്പിച്ചിട്ട് പറഞ്ഞ 3 പേരിൽ ഒരാൾ. തബൂക്ക് യുദ്ധത്തിന് പോവാതെ ഭാര്യയുടെ വർത്തമാനം കേട്ട് പോകാതെ വീട്ടിലിരുന്ന 3 പേരിൽ ഒരാൾ. ഇതാണ് ഖുർആൻ. ഇതാണ് ഖുർആൻ. ഇതാണ് ഖുർആന്റെ ചരിത്രം. അല്ലാതെ ആതിര പറയും പോലെ ആരാൻ വിസർജിച്ചു കൊടുത്തത്? ആതിര ആയിഷയായപ്പോ പറഞ്ഞ പത്രസമ്മേളനവും ആയിഷ ആതിരയായപ്പോ പറഞ്ഞ പത്രസമ്മേളനത്തിന്റെ മുഖഭാവം നോക്കിയാൽ 3 നേരം ചോറും വെള്ളവും ഉപ്പും തിന്നുന്നവന് മനസ്സിലാകും ഇതിന്റെ ഉള്ളിൽ എന്താണ്. പിന്നെ അതിന് വേറെ ഒരു പരിശോധനയൊന്നും വേണ്ട, ആ മുഖഭാവം മാത്രം മതി. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നമുക്കിപ്പോ 2 കണക്കാൻ. നമുക്ക് നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിച്ചാൽ മതി. നമ്മളാവേണ്ടത് നമ്മുടെ ഈമാനിനെയാണ്, നമ്മുടെ ആദർശത്തെയാണ്. അത് ഓരോരുടെ വ്യക്തിപരമാണ്. ഇവിടെ എത്രയോ മുസ്ലിമുകൾ ഹിന്ദുക്കളാവാറുണ്ട്. നമ്മൾ ആരെങ്കിലും പിടിച്ച് പിച്ചാത്തിപ്പിടി കൊണ്ടുവച്ചിട്ട് പറയണ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണ്. വിശ്വാസം എന്നത് ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടതാണ്, അത് നാവ് കൊണ്ട് പറയേണ്ടതല്ല. അല്ലാഹു ബോധം തരട്ടെ. സമയം കൂടുതലാവുന്നു, എനിക്കും പോകണം. അതുകൊണ്ട് ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? അര ഹിലാൽ ഇബ്നു ഉമയ്യ വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു സൂറത്ത് തൗബ. തബൂക്ക് യുദ്ധത്തിന് പോയപ്പോ ഭാര്യയുടെ പഞ്ചാര വർത്താനം കേട്ടിട്ട് പോവാതിരുന്ന 3 പേരിൽ ഒരാൾ. അവരെ ഖുർആൻ ബഹിഷ്കരണം നടത്തി, കുറെ നാൾ അവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയ സംഭവം സൂറത്ത് തൗബയിലും. അതിലൊരാളാണ് ഒന്ന് ഹിലാൽ ഇബ്നു ഉമയ്യ, മറ്റൊന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെ 3 പേരുണ്ട്. എന്ന് പറഞ്ഞാൽ തബൂക്ക് യുദ്ധത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തും പോയി. ആ പോയപ്പോ ഇവര് പോകാൻ ഇറങ്ങിയപ്പോ ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ പോകണ്ട, നമുക്ക് നാളെ രാത്രി പോവാം.
ഭാര്യയുടെ പഞ്ചാര വർത്താനം കേട്ടിട്ട് പോയില്ല. രാവിലെ പോകാൻ ഇറങ്ങിയപ്പോൾ വീണ്ടും പറഞ്ഞു നമുക്ക് വൈകുന്നേരം പോവാം. അപ്പോൾ വൈകുന്നേരം പോകാൻ ഇറങ്ങിയപ്പോൾ ഈ ഭാര്യമാർ വന്നിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ ഏതായാലും രാത്രിയായില്ലേ നാളെ രാവിലെ പോവാം. ഇങ്ങനെ ഇവർ പറഞ്ഞ് അവസാനം പോകാൻ പറ്റിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സഹാബത്തും നേരെ പോയി കഴിഞ്ഞിരിക്കും. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നിങ്ങൾ എന്നെ കേൾക്കണുണ്ടോ? ഇല്ലേ? അപ്പം എന്ത് മനസ്സിലാക്കുക? ഈ ഭാര്യ നല്ല സ്നേഹമുള്ളതാണ്. നമ്മളിപ്പോൾ യാത്ര പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഗൾഫിൽ പോകണം, 20-ാം തീയതി ദ്വീപ് കഴിഞ്ഞ് തിരിച്ചു പോകണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടിക്കറ്റ് എടുത്ത് നോക്കും. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ലീവ് കൂട്ടും, നാളെ പോവാം, വന്നിട്ട് 20 ദിവസമല്ലേ ലീവ് ആളൂ, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം എന്ന് ഭാര്യ പറഞ്ഞത് എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളതുകൊണ്ടാണ്. അല്ലെ നമുക്ക് കച്ചവടത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് പോവാം, ഉണ്ണുമ്പോൾ പറയും ഏതായാലും ഉച്ച കഴിഞ്ഞൊരു 5 മിനിറ്റ് കടന്നുറങ്ങിയിട്ട് പോവാം എന്ന് ഭാര്യമാർ നമ്മുടെ പുറകിലിരുന്നിട്ട് വാതിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ രാത്രി പോകണം എന്തിനാ രാവിലെ അങ്ങോട്ട് പോയാൽ പോരെ എന്ന് ഭാര്യമാർ പറയണമെങ്കിൽ അത് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ്. അല്ലേ? എന്നിട്ട് മനുഷ്യൻ നിങ്ങളോട് ഇങ്ങനെയൊന്നും പറയാറൊന്നുമില്ലേ? അല്ലെ നിങ്ങളുടെ വീട്ടിൽ ഇതൊന്നും നടക്കാറൊന്നുമില്ലേ? അതോ നിങ്ങൾ പെട്ടിയായിട്ട് ഇറങ്ങുമ്പോൾ എന്നാൽ 10 രൂപ പോകണം ഒരിക്കൽ നരങ്ങാളം കൊടുത്തിട്ട് ഭാര്യ നേരത്തെ പോക്കും, 1 മണിക്കൂർ മുമ്പേ പോകും, അല്ല മുസീബത്ത് പോട്ട്. അങ്ങനെ പറയാം. ഭാര്യമാർ സാധാരണ എല്ലാ വീട്ടിലും ഉള്ളതാണ്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യക്കാട്ടുള്ളവരുടെ പെണ്ണുങ്ങൾ അത്ര സ്നേഹമില്ലാത്തവരാ. പോകാൻ നേരം ഇപ്പോൾ ഇക്ക പോകണ്ട ഇക്ക. ഇവിടെ ഭർത്താക്കന്മാരെ ഭാര്യമാരെന്തെന്നാ വിളിക്കണം? ഇവിടെ എന്താണ് ഈച്ചെന്നാ? എന്തായാലും വിളിക്കട്ടെ, ഉള്ള പേര് വിളിച്ചാൽ തന്നെ വലിയ ഭാഗ്യം. ഇതേപോലെ ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു പോകാൻ പോയപ്പോൾ ഭാര്യമാര് പറഞ്ഞു പോകാൻ പറ്റിയില്ല. ആ സഹാബിയാണ് വന്നിട്ട് പറയണ നബിയേ എന്റെ ഭാര്യയുടെ കിടപ്പറയിൽ മറ്റൊരു ചെറുപ്പക്കാരൻ, അവന്റെ പേര് ഹുമൈസ എന്നാണ്. എന്ന് പറഞ്ഞാൽ പരിസരത്ത് എവിടെയൊക്കെ ഉള്ള ആളാന്ന് ചുരുക്കം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വ്യക്തമായി പറയാൻ. എന്തിനു വേണ്ടി? മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, എന്റെ ഗ്രന്ഥത്തിൽ ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ആർക്കും ഇതിലൂടെ യുദല്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ആരാ ഹിലാൽ ബിൻ ഉമയ്യ? വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫൂ, തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തിൽ നിന്ന 3 പേരിൽ ഒരാളാണ് ഹിലാൽ ബിൻ ഉമയ്യ. പറഞ്ഞു യാ റസൂലല്ലാഹ്, എനിക്ക് 4 സാക്ഷികളില്ല നബിയേ. പക്ഷേ എന്റെ ഭാര്യ ഹുമൈസ എന്ന ചെറുപ്പക്കാരനുമായി കിടപ്പറ പങ്കിടുന്നത് എന്റെ കണ്ണു കണ്ടു അവരുടെ വികാര പാരമ്യതയുടെ വർത്തമാനങ്ങൾ ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹിലാൽ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 4 സാക്ഷികളില്ലെങ്കിൽ നിനക്ക് ഞാൻ ചാട്ടവാറ് കൊണ്ട് അടിതരേണ്ടി വരും ഹിലാൽ. മഹാനായ ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചകം തകർന്നു പോയി. ഒരു ഭാഗത്ത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇതേ പരാതിയുമായി, മറുഭാഗത്ത് ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമവൃത്തത്തിനായി എന്താണ് പരിഹാരം? ആകാശത്ത് നിന്ന് വഹി വരുന്നില്ലല്ലോ, അല്ലാഹുവിന്റെ തീരുമാനം വരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹിലാൽ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് പറയൂ ഹിലാൽ. മഹാനായ ഹിലാൽ ബിൻ ഉമയ്യ നെഞ്ചകം തകർന്നു നിൽക്കുമ്പോഴാണ് അതാ പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങുകയാണ്, ശരീരത്തിന് ഭാരം കൂടാൻ തുടങ്ങി. അങ്ങനെയാണ് വഹി ഇറങ്ങുമ്പോൾ, ഖുർആൻ ആയത്തിറങ്ങുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന് ഭാരം വർദ്ധിക്കും. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, എന്നെ മടിയിൽ തല വെച്ച് കിടക്കുമ്പോ ഹബീബായ നബി തങ്ങൾക്ക് ഖുർആൻ ആയത്തുമായി ജിബ്രീൽ വരുമ്പോ ആയത്തിന്റെ ഭാരം കാരണത്താൽ ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന് ഭാരം വർദ്ധിച്ചു എന്റെ തുടയല് പൊട്ടിപ്പോകുമോ എന്ന് ഭയപ്പെടുന്ന രീതിയിൽ ശരീരത്തിന് ഭാരം വർദ്ധിക്കാറുണ്ട്. കാരണം ഖുർആൻ ആയത്തിന് ഭാരം കൂടുതലാ. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഭാരമേറിയ വാക്കുകൾ അങ്ങേക്ക് തന്നില്ലേ നബിയെ. ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ് ആയത്തിറങ്ങുന്നതെങ്കിൽ നബി തങ്ങളുടെ ഭാരം കൊണ്ട് ഒട്ടകം പോലും മുട്ടുകുത്തി പോകാറുണ്ടായിരുന്നത്രേ.
അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാകുന്നു. അല്ലാഹുവിന്റെ റസൂലിനായി പറയുകയാണ് നബിയേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും ഫശഹാദതു അഹദിഹിം അർബഉ ശഹാദാതിൻ ബില്ലാഹ് ഇന്നഹു ലമിനസ് സ്വാദിഖീൻ. ഓ നബിയേ, വല്ലദീന യർമൂന അസ്വാജഹും, സ്വന്തം ഭാര്യമാരെ കുറിച്ച് വ്യഭിചാര ആരോപണം പറയുകയും വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും, അവരല്ലാതെ മറ്റൊരു 4 സാക്ഷികൾ ഇല്ലാതെ വരികയും ചെയ്താൽ ഫശഹാദതു അഹദിഹിം അർബഉ ശഹാദാതിൻ ബില്ലാഹ്, വ്യഭിചാര ആരോപണം നടത്തിയ ഭാര്യ ഭർത്താക്കന്മാർ 4 പ്രാവശ്യം അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തിട്ട് 5ാമത്തെ പ്രാവശ്യം അവർ പരസ്പരം ലിആൻ ചെയ്യണം നബിയേ എന്ന് പറഞ്ഞാൽ പരസ്പരം ശപിക്കണം. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ തലയിലിറങ്ങട്ടെ. വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹാ ഇൻ കാന മിനൽ കാദിബീൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അല്ലാഹുവിന്റെ നിയമം വന്നു ഹിലാൽ, പടച്ചറപ്പിന്റെ തീരുമാനം വന്നു ഹിലാൽ. നിന്റെ നെഞ്ചകത്തെ പിടിച്ചു കുലുക്കിയ പ്രശ്നത്തിന് പരിഹാരമായി ജിബ്രീൽ വന്നു ഹിലാൽ. അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങി ഹിലാൽ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിന്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവരിക. വ്യഭിചാര ആരോപണം നടത്തപ്പെട്ട ഭാര്യ. സമയം അതിക്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടരുത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് വർത്തമാന കാലത്തിന്റെ പൂരണമില്ലാത്ത സമസ്യകൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂരണം ചേർത്ത് വെച്ച ഈ പുസ്തകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകത്തിന്റെ കഥ പറയാതെ എങ്ങനെയാണ് ഈ സദസ്സ് പിരിഞ്ഞു പോവുക? മദീന കണ്ട വർത്തമാനത്തെ ആധുനിക ലോകത്തിന്റെ ദിശനാശാലിത്വത്തോട് എങ്ങനെയാണ് കൂട്ടിച്ചേർക്കാതിരിക്കുക? എങ്ങനെയാണ് ഇത് പറയാതിരിക്കുക? ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സത്യം ചെയ്യൂ ഹിലാൽ, നിന്റെ ഭാര്യയെ കുറിച്ച് നീ പറഞ്ഞതിന് അല്ലാഹ് പറഞ്ഞ നടപടി എടുക്കൂ ഹിലാൽ. മഹാനായ ചുരുക്കി പറയട്ടെ, ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ജനമധ്യത്തിലേക്ക് വന്നു. സ്വന്തം ഭാര്യ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഒരു പുരുഷന്റെ മാനസികാവസ്ഥ ആലോചിച്ചു നോക്ക്. തന്റെ കൂടെ കിടന്ന ഭാര്യ, താൻ സ്നേഹിച്ച ഭാര്യ, കെട്ടപ്പെട്ട് വളർത്തിയ ഭാര്യ, അവളുടെ മുമ്പിൽ വെച്ച് പുരുഷാരത്തെ നടുവിൽ നിർത്തിയിട്ട് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല വിളിച്ചു പറഞ്ഞു, വല്ലാഹി എന്റെ ഭാര്യ വ്യഭിചരിച്ചു നബിയേ. സ്വന്തം ഭാര്യയെ കുറിച്ച് ജനസമൂഹത്തിന് മുമ്പ് ആദിക്കാട്ട് കുളങ്ങരയിലാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലമെങ്കിൽ തന്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും പുത്രകളത്രാദികളും ബന്ധുമിത്രാദികളും ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലത്ത് വെച്ച് ഇന്നലെ വരെ ഒന്നിച്ചു കിടന്ന ഭാര്യയെ കുറിച്ച് പറയുന്നൊരു ഭർത്താവിന്റെ മാനസികാവസ്ഥ, ആ തപ്തമായ ഹൃദയത്തിന്റെ വൈകാരികമായ തലങ്ങളൊന്ന് ഓർത്തു നോക്കുക നബിയേ. 1 വല്ലാഹി ഇവള് വ്യഭിചരിച്ചു നബിയേ. 2 വല്ലാഹി ഇവള് വ്യഭിചരിച്ചു നബിയേ. 3 വല്ലാഹി എന്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടതാണ്. 4 വല്ലാഹി എന്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടു യാ റസൂലല്ലാഹ്. പടച്ചറപ്പിനെ ചേർത്ത് 4 പ്രാവശ്യം സത്യം ചെയ്ത് 5ാമത് പിന്നെ ശാപം ചെയ്യണം. വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ തലയിൽ വീണുകൊള്ളട്ടെ. ഇത് പറയാ ചുണ്ടെടുക്കിയപ്പോ ഹബീബായ നബി തങ്ങൾ വിളിച്ചു, ഹിലാൽ ഇത്തഖില്ലാഹ യാ ഹിലാൽ. ഹിലാലേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ ഹിലാലേ. അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. നീ പറയുന്നത് കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപത്തെ നീ തലയിൽ വിളിച്ചു വരുത്തരുത്. അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരൊക്കെ നഷ്ടപ്പെട്ടവരാ. മല്ലഅനഹുല്ലാഹു വഗളിബ അലൈഹി വജഅല മിൻഹും ഖിറദത വൽ ഹനാസീറ വഅബദ തഗൂർ.
അള്ളാഹു ശപിച്ചവരിൽ നിന്നാണ് കുരങ്ങുകൾ രൂപാന്തരപ്പെട്ടത്. അവരിലാണ് പന്നികളായി കോലം മറിക്കപ്പെട്ടവർ. അള്ളാഹുടെ ശാപവും അള്ളാഹുടെ ലേനത്തും വാങ്ങിച്ചവർ പന്നികളായി കോലം പറത്തിട്ടുണ്ട്. ഹിലാലേ, അതുകൊണ്ട് ഇത്തക്കല്ല, അള്ളാനെ പേടിക്കണേ ഹിലാൽ, അള്ളാനെ പേടിക്കണേ. അപകടമാണ്, സൂക്ഷിച്ചു പറയണേ. ആഖിറത്തെ ഭയക്കണേ, സിറാത്തിനെ ഓർക്കണേ, മീസാനെ ഭയക്കണേ. ആരുമില്ലാതെ പടച്ചറപ്പിന് മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വിചാരണ നാളിന് ഭയക്കണേ ഹിലാൽ. മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ ഞെട്ടിത്തരിച്ചു പോയി. ഹൃദയം പടപടാ വിറച്ചു. അല്ലാഹനെ പറഞ്ഞപ്പോ, ആഖിറം പറഞ്ഞപ്പോ, സിറാത്ത് പറഞ്ഞപ്പോ മുത്ത് റസൂലിന്റെ ചാരത്ത് നിന്ന മുത്തായ നബിയുടെ സഹാബിയല്ലേ അവസാനം ഉറക്കെ പറഞ്ഞ നബിയേ, വൽ ഖാമിസത അന്ന ഗലബല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എനിക്ക് ഇറങ്ങിക്കോട്ടെ നബിയേ. പറഞ്ഞു പൊട്ടിക്കരഞ്ഞ് ഹിലാൽ എന്ന പാവപ്പെട്ട ഭർത്താവ് മാറി നിൽക്കവേ അല്ലാഹുവിന്റെ റസൂൽ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ വിളിച്ചു. പറയൂ പെണ്ണേ, സത്യം ചെയ്യൂ പെണ്ണേ, മദീന എന്തോ ഒരു ചരിത്രമാണിത്. ഇതൊക്കെ ലോക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഇസ്ലാമിന്റെ വീരചരിത്രത്തിന്റെ രഥരേഖകളാണ്. വാ പെണ്ണെ, മുമ്പോട്ട് വാ. ജനസമക്ഷത്തിൽ വ്യഭിചാര ആരോപണം നേരിടപ്പെട്ട പെണ്ണ് കടന്നു വന്നു. അല്ലാഹുവേ, മദീന കാണാൻ, ചരിത്രങ്ങൾ ഉറങ്ങുന്ന മദീന, കഥനത്തിന്റെ മദീന, കണ്ണീരിന്റെ മദീന, കഥാകഥനങ്ങൾ ലോകത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞ മദീന. ആ മദീനയിലെ നടക്കാത്ത ചരിത്രങ്ങളില്ല. കബിയെ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ, കബിയെ തജല്ലി അരേ ഹിറാമേ, കബിയെ ബുലന്ദി ഹേ കൂഹേ സഫാ ഹേ, കബിയെ തജല്ലി ദാരേ ഹിറാമേ. ചിലപ്പോൾ ഈ ചരിത്രങ്ങൾ സഫാമലയിൽ, ചിലപ്പോൾ ഈ ചരിത്രങ്ങൾ വീണത് അങ്ങനെ ജബലബൂ കുബൈസിന്റെ മുകളിൽ, ചിലപ്പോൾ ഈ ചരിത്രം കണ്ട ആയിഷയുടെ മടിത്തട്ടിരിക്കുമ്പോ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ കൃത്യമായി ചരിത്രത്തെ നൂറ്റാണ്ടുകൾക്കിപ്പുറം യാതൊരുവിധ അർത്ഥശങ്കയില്ലാതെ കോട്ടനക്കി പറയാൻ നമ്മളെപ്പോലെ ആധികാരികമുള്ള ഒരു സമുദായമുണ്ടോ? ഹിലാൽ ഇബ്നു ഉമയ്യയുടെ ഭാര്യ എഴുന്നേറ്റ് നിന്നു. വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. 2 വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം മാസനയിത്തു, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. 3 വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. 4 എന്റെ ഭർത്താവ് പറയുന്നത് പച്ചക്കള്ളമാണ്, ഞാൻ ഹുമൈസാവുമായി കിടപ്പറ പങ്കിട്ടിട്ടില്ല. ഇത് പറഞ്ഞു തീർന്നപ്പോ ജനം മുഴുവനും അമ്പരന്ന് പോയി. ഭാര്യയും ഭർത്താവും നമ്മൾ പൊതുജന സമ്പർക്കത്തിൽ വെച്ച് അവര് പരസ്പരം അപവാദം പറയാൻ. 5ാമത് ഈ പെണ്ണ് ശാപവാക്ക് പറയണം. വൽ ഖാമിസത അന്ന ലഅനത്തല്ലാഹി അലൈഹാ, വൽ ഖാമിസത അന്ന ലഅനത്തല്ലാഹി അലൈഹാ ഇൻ കാന മിനസ്സാദിഖീൻ. എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ തലയിൽ ഇറങ്ങിക്കൊള്ളട്ടെ. ഇത് പറയാൻ ആ പെണ്ണ് നാവ് ചലിപ്പിച്ചപ്പോ ഇന്നും മുത്ത് റസൂൽ ഇടപെട്ടിട്ട് പറഞ്ഞു, പെങ്ങളെ ഇത്തക്കില്ല, 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 അല്ലാഹനെ സൂക്ഷിക്കണേ പെണ്ണേ. പറയുന്ന വർത്തമാനത്തിന്റെ ബോധ്യമുണ്ടാവണേ. ഈ പറയുന്ന വർത്തമാനത്തിന്റെ അപകടത്തെ കുറിച്ച് ജാഗ്രത ഉണ്ടാവണേ. വെറുതെ തമാശയല്ല. ഇത്തക്കില്ല, അല്ലാഹനെ സൂക്ഷിക്കണേ പെണ്ണേ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തെല്ലുനേരം തലതാഴ്ത്തി മൗനമായി നിന്നു. പേടിയായി മൗനിയായി തലതാഴ്ത്തി നിന്നു. തലബന്ധിച്ചു നോക്കുമ്പോ തൊട്ടു മുമ്പിൽ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഗോത്രക്കാരുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, സഹോദരങ്ങളുണ്ട്, അയൽപക്കക്കാരുണ്ട്. അവര് മുഴുവനും ഇവരെന്താണ് പറയുന്നതെന്നറിയാൻ നോക്കി നിൽക്കുമ്പോ തന്റെ മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളുടെയും മുഖത്തേക്ക് നോക്കിയ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു വാക്കെന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. അഹമ്മദ് കബീർ ബാക്കവി ഹദിക്കാത്തുകുളങ്ങരയിൽ
2 വർഷം പ്രസംഗം നടത്തിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഓർമ്മിപ്പിക്കുന്നു. ആ പെണ്ണ് വിളിച്ചു പറഞ്ഞു അത്രേ, ഞാൻ എന്റെ സമൂഹത്തെ ഒരിക്കലും അപമാനിക്കുകയില്ല. ഞാൻ വ്യഭിചരിച്ചെന്ന് സമ്മതിച്ചാൽ എന്റെ ഉപ്പയും ഉമ്മയും തലകുനിക്കില്ലേ? എന്റെ കൂടപ്പിറപ്പുകള് നാണം കെടില്ലേ? എന്റെ ഗോത്രക്കാരെ നാളെ മുതൽ ആളുകൾ കളിയാക്കുകയില്ലേ? അതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ആ എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം എന്റെ തലയിൽ ഇറങ്ങിക്കൊള്ളട്ടെ. ഇത് പറയേണ്ട താമസം മദീന ഞെട്ടിത്തെറിച്ചു നിന്നു. പരസ്പരം ഞാൻ ചെയ്തിരിക്കുകയാണ്. എന്താണ് സത്യമെന്നറിയില്ല. ഇത് കേട്ട മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴേക്കിരുന്ന് പൊട്ടിക്കരയവേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് നേരെ കണ്ടിട്ടൊരു സാക്ഷി പോലുമില്ലാതെ പടച്ചറപ്പിന്റെ നിയമത്തിന്റെ സാധ്യത കൊണ്ട് സത്യം ചെയ്ത പാവപ്പെട്ട ഭർത്താവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരിക്കുവേ. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല മുത്ത് റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊട്ടിക്കരയുന്ന ഹിലാൽ ഇബ്നു ഉമയ്യയുടെ തോളിലേക്ക് കൈ ചേർത്ത് വെച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ക്ഷമിക്കൂ ഹിലാൽ, ഹിലാലേ ക്ഷമിക്ക് ഹിലാലേ, നിന്റെ ഭാര്യ പോവട്ടെ. 9 മാസം കഴിയുമ്പോൾ അവള് പ്രസവിക്കുമല്ലോ. ആ പ്രസവിക്കുന്ന സമയത്ത് അവള് പ്രസവിക്കുന്ന ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുട്ടി അക്ഹലൈനൈനി സുറുമയിട്ടതുപോലെ കറുകറുത്ത കണ്ണുള്ള കുട്ടിയാണെങ്കിൽ, പിട്ടഭാഗത്തിൽ മാംസഭാഗം തൂങ്ങിക്കിടക്കുന്ന കുട്ടിയാണെങ്കിൽ, കാൽപ്പാറത്തിന് വീതി കൂടിയ കുട്ടിയാണെങ്കിൽ അത് ഹുമൈസായിന്റെ വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ്. ഇതൊന്നും കബീർ ബാക്കവി കെട്ടുകഥ പറയുന്നതല്ല. ബുഖാരി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോലും ഈ സംഭവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ല, കുട്ടി ഇങ്ങനെയല്ലെങ്കിൽ അത് നിന്റെ കുട്ടിയാണ് ഹിലാലേ. ആ പെണ്ണ് സദസ്സ് പിരിഞ്ഞുപോയി. 9 മാസം കഴിഞ്ഞു. മദീന അടങ്ങിയിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടന്നു. 9 മാസം കഴിഞ്ഞ് ഹിലാൽ ഇബ്നു ഉമയ്യയുടെ പ്രസവത്തിന് കാത്തിരുന്ന ഒരു ഗ്രാമം മുഴുവനും ആ പെണ്ണ് പ്രസവിച്ച വാർത്തയെറിഞ്ഞപ്പോ ആളുകളോട് ചെന്ന് നോക്കുമ്പോ അവള് പ്രസവിച്ച കുട്ടി അക്ഹലൈനൈനി സുറുമയിട്ടതുപോലെ കറുകറുത്ത കണ്ണുള്ള കുട്ടി, പിട്ടഭാഗത്തിന് മാംസം തൂങ്ങി നിന്ന കുട്ടി, കാൽപ്പാദത്തിന് വീതി കൂടിയ കുട്ടി. ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോ മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീണു. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. ഹിലാലിന്റെ അഭിമാനത്തെ നീ കാത്തു സൂക്ഷിച്ചല്ലോ അല്ലാഹ്. ഇത് സൂറത്തു നൂറിലാണ്. ഇങ്ങനെയാണ് ഖുർആന്റെ ആയത്തിറങ്ങിയത്. മഹാന്മാര് ദുആയ്ക്ക് വന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയോ പെങ്ങളെ? ഇൻഷാ അല്ലാഹ് സ്വഹാബിയുടെ വീട്ടിലെ ഭാര്യക്ക് പോലും തെറ്റുപറ്റിയിട്ടുണ്ട് പെണ്ണെ. ആദിക്കാട്ട് കുളങ്ങരയിലെ പെങ്ങളെ ഒരു സഹാബിയുടെ ഭാര്യയായിട്ട് ഏത് സഹാബി? അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കണ്ട സഹാബി, മുത്ത് റസൂലിനെ കൈപിടിച്ച സഹാബി, ഹബീബായ നബി തങ്ങളുടെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് വഹീന്റെ നാടൻ നേരിട്ട് കേട്ട് ഭാര്യക്ക് പറഞ്ഞു കൊടുത്ത സഹാബി. അവരുടെ ഭാര്യമാര് പോലും വഴിപടച്ചു പോയിട്ടുണ്ട്. പക്ഷേ എന്റെ ജനതയുടെ മാന്യതയ്ക്ക് വേണ്ടി ആളുകൾ എന്ത് പറയുമെന്ന് ചിന്തിച്ചിട്ട് അല്ലാഹുവിലേക്ക് തിരിച്ചു പറയാതിരിക്കല്ലേ. തെറ്റുകൾ മുഴുവനും റബ്ബിനോട് തിരിച്ചു പറഞ്ഞിട്ട് അവനിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ ഹിലാൽ ഇബ്നു ഉമയ്യയുടെ ഭാര്യയെ പോലെയല്ല. എനിക്കെന്റെ നാട്ടുകാര് പ്രശ്നമല്ല, എനിക്കെന്റെ വീട്ടുകാര് പ്രശ്നമല്ല, എനിക്കെന്റെ കൂട്ടുകാര് പ്രശ്നമല്ല, എനിക്കെന്റെ ആരും പ്രശ്നമല്ല. എനിക്ക് പ്രശ്നം എന്റെ റബ്ബാ. നാളെ കോടാനു കോടി ജനങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി നിൽക്കണ്ട മോള്. അതുകൊണ്ട് തെറ്റുകൾ ഉറക്കെ പറയാ, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. ഭിന്നതാമത്തി മുക്കിലിയ
وبعزم ترك الذنب فيما استقبلا. ഇന്നത്തെ രാത്രി തൗബയുടെ രാത്രിയാവട്ടെ, ഇന്ന് തിരിച്ചു നടക്കാനുള്ള രാത്രിയാവട്ടെ, ഇന്നത്തെ ഈ വയല് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സന്ദേശമാവട്ടെ. എന്റെ ഹൃദയത്തിന്റെ പാപക്കറ കഴുകാൻ, പെങ്ങളെ നിനക്ക് മുത്തക്കിയാവാൻ, ചെറുപ്പക്കാരാ നിന്റെ റബ്ബിലേക്ക് എടുക്കാൻ. കോടാനു 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 കോടി ജനങ്ങൾ നിൽക്കുന്ന നരകത്തിന്റെ മഹിഷറയുടെ മുമ്പിൽ അവിടെ വെച്ച് അല്ലാഹു നിന്നെ മുഴുവനും പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇവിടെ വെച്ച് തൗബ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ഇന്ന് എഴുന്നേറ്റ് പോകണം. ഇന്നത്തെ രാത്രി ദിക്റുകൾക്കയും ദുആയി നടക്കുമ്പോ മനസ്സ് ചേർത്ത് പിടിച്ചിട്ട് ആമീൻ പറയണം. ആദിക്കാട്ടുകുളങ്ങരയുടെ മസാർ ഷരീഫിന്റെ ചാരത്ത് നിന്ന് തിരിച്ചുപോയി പാതിരാത്രിയിൽ കിടക്കുമ്പോ, രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേക്കണം. എന്നിട്ട് റബ്ബിനോട് വിളിച്ചു പറയണമല്ല, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് റബ്ബേ, കള്ള് കുടിച്ചിട്ടുണ്ട് റബ്ബേ, പലിശ വാങ്ങിച്ചിട്ടുണ്ട് റബ്ബേ, ലോട്ടറി എടുത്തിട്ടുണ്ട് റബ്ബേ. പക്ഷേ അല്ലാഹുവേ, എന്റെ തെറ്റിനെ കുറിച്ച് ഞാനിന്ന് ബോധ്യപ്പെടുകയാണ്. അല്ലാഹുവേ, തലമുടിയിൽ പിടിച്ചു വലിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ താണ് കേണ് പറഞ്ഞു, നീ ചെയ്ത തെറ്റിന്റെ ആഴമോത്തിട്ടുടനടി നിറയറ്റ മണ്ണാൽ നിന്റെ മുഴുവന് തലമുടിയിൽ പിടിച്ചു വലിച്ച് അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ തയ്യാറാവില്ലെന്ന് ഇൻഷാ അല്ലാഹ് തമ്മാടി കൂട്ടങ്ങളായി ഒരു ഭാഗത്ത് ജീവിതത്തിന്റെ വർത്തമാനകാലത്തില് ഇനി ഞങ്ങൾ പലിശ മേടിച്ച് തിന്നും. നീ ആരടാ? നീ പറയാൻ ആരടാ? പള്ളിയിലെ ഖത്തീബ് പള്ളിയിലെ കാര്യം നോക്കിയാ മതി, വാതിന് വന്നവൻ വാത് പറഞ്ഞിട്ട് പോയാ മതി. ഞങ്ങളെ കുറിച്ച് പറയാന്, പലിശയെ കുറിച്ച് പറയാന് എനിക്ക് ആരാരടാ നീ എന്ന് ചോദിച്ചു ശുഐബ് നബിയോട് ചോദിച്ചതുപോലെ ഖാലൂ യാ ശുഐബ് ലനഖ്രിജന്നക മിൻ ഖറിയതിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിനാ. ശുഐബ് നബി തന്റെ ജനതയോട് പറഞ്ഞ വർത്തമാനമേതെന്നറിയോ? എന്തിനാ കബീർ ബാക്കവി ഇത് പറയുന്നത്? എന്തിനാ ഷമീർ ദാരിമി വെള്ളിയാഴ്ച ഇത് പറയുന്നത്? ശുഐബ് നബിയുടെ പ്രവാചകന്മാർ, ശുഐബ് നബിയുടെ ജനത കച്ചവടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവരാണ്. ശുഐബ് നബി അവരോട് വാല് പറഞ്ഞ ജനങ്ങളെ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, പാവങ്ങളെ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞപ്പോ ആ സമൂഹം ശുഐബ് നബിയോട് പറഞ്ഞത്, ശുഐബേ നീ ആരടാ ഞങ്ങളെ ഉപദേശിക്കാൻ? ലനുഖ്രിജന്നക യാ ശുഐബ് മിൻ ഖറിയതിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിനാ. നിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ആട്ടി ഓടിക്കുമടാ ശുഐബേ എന്നാണ് ജനങ്ങൾ പ്രതികരിച്ചത്. പക്ഷേ വാതിന് പറയുന്നവരെ വാത് പറഞ്ഞിട്ട് പോയാ പോരെ? ഇല്ല സഹോദരാ, എന്തിനാ പറയുന്നതെന്നറിയോ? നാളെ ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. മഹിശറയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വരും. ഈ പച്ചമണ്ണിൽ നിന്ന് എന്നെയും നിങ്ങളെയും പടച്ചെടുത്ത പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ആ സമയത്ത് ഇന്ന ജഹന്നമ കാലത്ത് മിർസാദാ ലിത്താഗീന മാബാ ലാബിഫീന ഫീഹാ ഹഖാബാ. അന്ന് തമ്മാടികളെ ക്ഷണിക്കുന്നത് നരകമാണ്. അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറ മച്ചന്മാരെ, ആമീൻ പറ. അല്ലാഹു നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്തിനാണ് ഈ വർത്തമാനം? ഞാനും നിങ്ങളും മരിക്കും, ഉറപ്പാണ് അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അല്ല ഞാൻ മരിക്കൂല, ഞാനാണടാ ഇവിടത്തെ ഫിറഔൻ എന്ന് പറഞ്ഞാൽ ഇല്ല സഹോദര, ഉറപ്പാണ്. അടുത്ത നിമിഷം എന്താ സംഭവിക്കുക അല്ലാഹ്ക്ക് അറിയാവൂ അല്ലേ? അടുത്ത നിമിഷം അല്ലാഹ്ക്കല്ലേ അറിയാവൂ. നമ്മുടെ ഒരു വീരസ്യം നിനക്ക് പണം ഉണ്ടായിട്ട് കാര്യം എന്താ? സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യം എന്താ? നടക്കില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാത്രിയിൽ ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ ഇന്ന് രാത്രി എൻ്റെ 100 ഭാര്യമാരുമായിട്ട് ഞാൻ കടപ്പുറ പങ്കിടും. ആ 100 പെണ്ണുങ്ങളും ഗർഭിണിയാവും. ഗർഭിണിയായ പെണ്ണുങ്ങൾ പിന്നീട് പ്രസവിക്കുന്നത് ഗിൽമാനൻ ഫർസാന്, അശ്വാരൂഢന്മാരായ 100 ആൺകുട്ടികളെ ആയിരിക്കും എന്ന് പറഞ്ഞു. സുലൈമാൻ നബി വീരവാദം പറഞ്ഞു. എന്താ പറഞ്ഞ? ഇന്നത്തെ രാത്രി 100 ഭാര്യമാരുണ്ട്. അത് അന്നത്തെ കാലം, ഇന്നിരുന്ന് വെള്ളോറുണ്ട്. ഇന്നിപ്പോൾ അതോർത്തിട്ട് നമ്മൾ വെള്ളൂറുണ്ട്. അന്നത്തെ കാലത്ത് 100 ഭാര്യമാരുണ്ട്. ഇന്നിപ്പോൾ 4നെ കെട്ടാൻ പറഞ്ഞാലും നമ്മൾ കെട്ടൂല. 1 കെട്ടിയും പിന്നെ ജീവിതത്തിൽ വേറെ കെട്ടൂല.
100 ഭാര്യമാരുമായിട്ട് ഞാൻ കിടപ്പറ പങ്കിടും. ആ 100 ഭാര്യമാരും ഗർഭിണിയാവും. അവര് പ്രസവിക്കുന്നത് കുതിരപ്പുറത്ത് കയറി അള്ളാഹുടെ ദീൻ പ്രചരിപ്പിക്കുന്ന 100 ആൺകുട്ടികളെ. ഇതെല്ലാവരും അങ്ങനെയാണ്. ആദ്യത്തെ പ്രസവത്തിൽ ആൺകുട്ടി ഉണ്ടാവണമെന്ന് വലിയ ആഗ്രഹമാണ്. കല്യാണം കഴിഞ്ഞ എല്ലാവരും ദുആ ചെയ്യണതാ, പടച്ചോനെ ആദ്യം എല്ലാ പെണ്ണുങ്ങളും ഈ പെണ്ണുങ്ങൾ മുഴുവൻ പറഞ്ഞെന്താ, അള്ളാഹുവേ ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആവണേ അല്ലാ, എന്നാ പിന്നെ ഉപ്പാക്കും ഉമ്മാക്കൊരു ഒരു വടിയായി, ഒരു ബലമായി എന്ന് പറയും. അങ്ങനെ പറയാറില്ലേ? ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആവണോ നിങ്ങൾ ആഗ്രഹിക്കാറില്ല? ഇതെന്തിട്ട് മനുഷ്യന്മാരാ പടച്ചോൻ പുരാന് ആഗ്രഹിക്കാറില്ലേ? കാരണം അവൻ പെട്ടെന്ന് വളരും, പാപ്പാക്കും ഉമ്മാക്കൊരു താങ്ങും തണലുമാകും. പെണ്ണുങ്ങൾ മുഴുവൻ ഉരുളി കമത്തണം എന്തിനാണ്? അല്ലോ പടച്ചോനെ ആദ്യത്തേതാണാവണേ അല്ലാ. എന്നാൽ സഹോദരിമാരെ കേട്ടുകൊള്ളുക, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ആ 100 കണക്കിന് അനുഗ്രഹത്തിൽപ്പെട്ട ഒരനുഗ്രഹമാണ് അവൾ പ്രസവിക്കുന്ന ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാവുക. ആദ്യത്തെ കുട്ടി പെണ്ണാവൽ അല്ലാഹു ഒരു പെണ്ണിന് കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. 100 കണക്കിന് അനുഗ്രഹത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ആദ്യത്തെ കുട്ടി. എന്തിട്ട് മനുഷ്യൻ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാ? ആര് പറഞ്ഞു? ഇത് വാക്കവിയുടെ വകയല്ല, വിശുദ്ധ ഖുർആൻ. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഹബു ലിമൻ യശാഉ ഇനാഫാ വയഹബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹു ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും, ചിലർക്ക് അല്ലാഹു ആൺകുട്ടികളെ കൊടുക്കും. കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ക്രമം പറഞ്ഞപ്പോ ഖുർആൻ ആദ്യം പറഞ്ഞത് പെൺകുട്ടിയാണ്. അതുകൊണ്ട് ആദ്യം പെൺകുട്ടിയെ കിട്ടൽ ഖുർആന്റെ തർത്തീബിനനുസരിച്ചാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നല്ല പെൺകുട്ടികളെ തരട്ടെ. ഞാൻ ആദ്യത്തത് ആണായവരെ പോയി കഴുത്തി കുത്തിപ്പിടിക്കണ്ടവന്റെ. ഇപ്പൊ ആണായാലും പെണ്ണായാലും അള്ളാഹിനോട് ദുആ, ആണ് വേണമെന്നും ചോദിക്കണ്ട, പെണ്ണ് വേണമെന്നും ചോദിക്കണ്ട. റബ്ബേ ലഇൻ അതൈതനാ സാലിഹാ ലനകൂനന്ന മിനശ്ശാകിരീൻ. അള്ളാഹു നമുക്ക് സാലിഹീങ്ങളെ തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സുലൈമാൻ നബി വീരവാദം പറഞ്ഞ ഈ വീരവാദം വിലപ്പോവില്ല മുസ്ലിമേ, വിലപ്പോവില്ല മനുഷ്യ. ആൺകുട്ടികളെ പ്രസവിക്കും എന്ന് പറഞ്ഞൊരു ഇൻഷാ അല്ലാഹ് പോലും പറഞ്ഞില്ല. ആര്? സുലൈമാൻ നബി. സംഭവം പറഞ്ഞ പോലെ അന്ന് തന്നെ 100 ഭാര്യമാരുമായി കടപ്പറ പങ്കിട്ടു. പക്ഷെ അതിൽ ഗർഭിണിയായത് ഒരാൾ മാത്രം. ആ പെണ്ണ് പ്രസവിച്ചതോ ഒരു വികലാംഗനായ ആൺകുട്ടിയെ. റവാഹുൽ ബുഖാരി. ഇതൊന്നും കെട്ടുകഥയല്ല. ബുഖാരി. ഗർഭിണിയായത് ഒരു പെണ്ണ്, പ്രസവിച്ചത് ഒരു പെണ്ണ്, പ്രസവിച്ച കുട്ടിയോ വികലാംഗൻ. 4 പേര് താങ്ങിയെടുത്ത് കുതിരപ്പുറത്ത് കയറിയാലും കയറൂല. എന്നാൽ IRDPയുടെ ലോണൊക്കെ കിട്ടണ ഭാഗത്ത് ഒരു വികലാംഗനാണ് ഉണ്ടായത്. ഈ കഥ പറയവേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബാ ലൗ കാന അഖീ സുലൈമാനു ഇൻഷാ അല്ലാഹ്, എന്റെ സഹോദരനായ സുലൈമാൻ നബി ഒരു ഇൻഷാ അല്ലാഹ് ചേർത്ത് പറഞ്ഞിരുന്നെങ്കിൽ അശ്വാരൂഢന്മാരായ 100 കുതിരപ്പട്ടാളക്കാരെ അല്ലാഹുവിന്റെ ദീനിന് കിട്ടുമായിരുന്നല്ലോ. സുലൈമാൻ നബി പോലും ഇൻഷാ അല്ലാഹ് പറയാത്തത് കൊണ്ട് അല്ലാഹു ഒരു വികലാംഗനായ കുഞ്ഞിനെയാണ് കൊടുത്തതെങ്കിൽ സഹോദരാ, കാറ്റിൽ സഞ്ചരിച്ച സുലൈമാൻ നബി, ലോകമടക്കി വരച്ച സുലൈമാൻ നബി, ആർക്കാണ് അറിയുന്നത്? അള്ളാഹ്ക്കാണ് കഴിവുള്ളത്. നാളെ നടക്കുന്നത് അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ആ ബോധ്യത്തോടെ മുമ്പോട്ട് പോയാൽ സ്വന്തം മുറിയിൽ നിന്ന് പെണ്ണുങ്ങളുടെ മുറിയിലേക്ക് തുരങ്കമുണ്ടാക്കിയവന് ദൈവമായി ആരാധിക്കുന്ന ഒരു ലോകത്തിന്റെ മുമ്പിലാണ് നാം നിലനിൽക്കുന്നതെന്ന് ഓർക്കുമ്പോ പടച്ചവനെ, അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നിനക്കേ അറിയൂ. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ പറ. അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്തോനേഷ്യയിൽ 10,000-കണക്കിന് കാര്യങ്ങൾ പങ്കെടുത്തൊരു ഖിറാഅത്ത് മത്സരം നടന്നു. ഇന്തോനേഷ്യയിലെ ഏറ്റവും സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഷെയ്ഖ് ജാഫർ അബ്ദുർ റഹ്മാൻ 10,000-കണക്കിന് ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളീങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഖിറാഅത്ത് ഓതുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. കഴിഞ്ഞാഴ്ച നടന്ന സംഭവമാണ്. 10,000-കണക്കിന് ഹാഫിളീങ്ങളുടെ മുമ്പിൽ നവമധുരമായി സുന്ദരമധുരമായി ഖിറാഅത്ത് നടത്തുന്ന
ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രശസ്തനായ കാരി മഹാനായ ഷെയ്ഖ് ജാഫർ അബ്ദുർ റഹ്മാൻ അദ്ദേഹം ഖിറാഅത്ത് നടത്തി. അദ്ദേഹം ഓതിയ സൂറത്ത് ഏതെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ അധികാരങ്ങളും എന്ത് നിൽക്കുന്ന അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ ആയത്ത് ഓതാൻ തുടങ്ങിയ അദ്ദേഹം ഏതാണ് ആയത്ത് ഏതെന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അവൻ മരണത്തെ നിശ്ചയിച്ചത്, ഒരാൾ മരിക്കണമെന്നവൻ തീരുമാനിച്ചത്, ജനിക്കണമെന്ന് തീരുമാനിച്ചത്, ഏറ്റവും നല്ല സൽപ്രവൃത്തി ചെയ്ത് ജീവിച്ചതാരെന്നറിയാനാണ് മരണത്തെ അല്ലാഹു നിശ്ചയിച്ചത് എന്നർത്ഥം വരുന്ന ആയത്തോതവേ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണത്തെ കുറിച്ച് പറഞ്ഞ ആയത്തോതിയപ്പോ അദ്ദേഹം മെല്ലെ ഒന്ന് തളർന്നു, പുറകോട്ടൊന്ന് ചെരിഞ്ഞു. ആയത്തോതിക്കൊണ്ട മനുഷ്യൻ 10,000 ഹാഫിളീങ്ങളുടെ ആലിമീങ്ങളുടെ മുമ്പ് എന്നേക്കുമായി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മരിക്കണ്ടേ നമുക്ക്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ആയത്തോതിയിട്ടാണ് മഹാനവറുകൾ മറ പറഞ്ഞത്. ഇത് സഹാബിയുടെ കഥയല്ല, ഇത് താബിയുടെ കഥയല്ല, ഇത് താബിയുടെ കഥയല്ല, ഇത് ഇന്തോനേഷ്യയുടെ കഥയാണ്. ഏത് ഇന്തോനേഷ്യ? ഏത് ഇന്തോനേഷ്യ? ടൂറിസത്തിന്റെ അതിപ്രസരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞ സുനാമിയുടെ പ്രഭവ കേന്ദ്രമായ ഇന്തോനേഷ്യയുടെ കഥ. അവിടെയാണ് ഈ ജാഫർ അബ്ദുർ റഹ്മാൻ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിക്കുമ്പോ ഖുർആൻ ഓതി മരിക്കണം. അവസാനത്തെ വാക്ക് അള്ളാന്റെ ഖുർആൻ ഓതുമ്പോഴാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുക്കി വെക്കണം. ഒരുക്കി വെക്കൂലേ? ഒരുക്കി വെക്കൂലേ? എന്താ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന സാധനം? നിസ്കാരം നിലനിർത്തുക. വേറെ എന്ത് കൊടുത്താലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരൊറ്റായത്ത് നരകം കത്തിക്കാളുകയാണ്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. ഒട്ടകക്കൂട്ടങ്ങളെ മാറിയെറിഞ്ഞതുപോലെ നരകം ഇങ്ങനെ ആളിക്കത്തുമ്പോ മലക്കുകള് തെമ്മാടികളെ പിടിച്ചിട്ട് നരകത്തിലോട്ട് എറിയുകയാണ്. നരകത്തിലോട്ട് എറിയണ എങ്ങനെയാ? എങ്ങനെ അറിയാ? അല്ലാഹു കാക്കട്ടെ. നമ്മൾ ഈ അടൂരൊക്കെ ലോഡിറക്കാൻ വേണ്ടി അരിച്ചാക്കിറക്കാൻ ചുമട്ടുതൊഴിലാളികൾ പോകണ്ടിട്ടുണ്ട്. ഒരു കൊളുത്തിങ് ചാക്കുമേ കൊളുത്തും. ആ ചാക്കിന്റെ ബാക്കിലൊന്ന് പിടിക്കും, ഇങ്ങനെ പിടിച്ചിട്ട് തൂക്കി. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. അല്ലാഹു തൂക്കി എന്ത് ചെയ്യും? എടുത്ത റേറാണ്, പോയി വീട് വീടും. എടാ മോനെ, നാളെ നരകത്തിൽ അല്ലാഹു തെമ്മാടികളെ എറിയുന്നത് ഇതേപോലെയാണ്. ഇതൊന്നും മുഹമ്മദ് കബീർ ബാക്കബി വെറുതെ പറയുന്നതല്ല. അവരുടെ പെരടിയിലും അവരുടെ കാലിലും പിടിച്ചിട്ട് തൂക്കിയവരെ നരകത്തിലോട്ട് വലിച്ചെറിയാൻ അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോ പിടിക്കവനെ അവളുടെ കരുത്തിലും നരകത്തിലും പിടിച്ചു. പലിശ മേടിച്ചവൻ, കള്ളു കുടിച്ചവൻ, ലോട്ടറി എടുത്തവൻ, പോടാ തമ്മാടി എന്ന് പറഞ്ഞ് അവനെ വലിച്ചെറിയാൻ പോകുമ്പോ മലക്കുകൾ എന്ന് കഴുത്തിലും പിടിച്ചു, മലക്കുകൾ വന്ന് കാലിലും പിടിച്ചു. നരകത്തിന്റെ തീയുടെ മുമ്പിൽ ആ തീയിൽ കിടന്ന് പെടയുമ്പോ ഞാനും നിങ്ങളും പറയുന്നൊരു നിലവിളി ഖുർആൻ പറയുന്നുണ്ട്. ഇത് നമ്മുടെ അവസാന വാക്കാവട്ടെ. നരകത്തിന്റെ തീനാളത്തിലേക്ക് പോകാൻ പോകുമ്പോ അവിടെ നിന്ന് അഹ്മദ് കബീറും പറയും, നിങ്ങളും പറയും, അല്ലാഹുവേ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യത്തബൂ മിൻ അദാബി യൗമിഇദിൻ ബിബനി വസാഹിബതിഹി വഅഖീ വഫസീലതിഹി അല്ലതീ
യുബസ്സറൂനഹും കൂട്ടുകാരെ കാണും, അവർ പാടി ഒളിക്കുകയാണ്. കള്ളു കുടിക്കാൻ കൂടെ നിന്നവൻ, പലിശ മേടിക്കാൻ കൂടെ നിന്നവൻ, ഇവനെ കാണും അവനോടും. ആ സമയത്ത് നരകത്തിലോട്ട് വലിച്ചെറിയാൻ പോകുമ്പോ ആ നരകത്തിന്റെ തീനാളത്തിന്റെ മുമ്പിൽ നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളുമുണ്ട്. നരകത്തിലോട്ട് പോകുന്ന സമയത്ത് ഞാനും, ഇത് അന്യഗ്രഹ ജീവികളുടെ കഥയല്ല, നിലവിളിക്കും അല്ലാഹുവേ ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. നമ്മളോട് നരകത്തിന്റെ തീ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന നമ്മുടെ മക്കളെ രണ്ട് കയ്യിൽ പിടിച്ചിട്ട് റബ്ബിനോട് പറയും, അല്ലാഹുവേ ഞാനേറെ സ്നേഹിക്കുന്ന എന്റെ പൊന്നുമക്കളെ, മുത്തം കൊടുക്കുന്ന മക്കളെ ഈ നരകത്തിലേക്ക് ഞാൻ ഇട്ടു തരാം, എന്നാലും എന്നെ ഇടല്ലേ അല്ലാ. ഇന്ന് നമ്മൾ പറയൂല, അല്ലാഹുവേ എന്റെ മക്കൾക്ക് രോഗം വരുത്തരുത്, എനിക്ക് വന്നാലും കുഴപ്പമില്ല. നരകത്തിന്റെ മുമ്പിൽ രീതി മാറും മോനെ. എന്റെ പൊന്നുമക്കളെ, അവിടെ എന്റെ മക്കളും ഉണ്ടാവും. എന്റെ മൂത്ത മോനെ, എന്റെ രണ്ടാമത്തെ മകന്, എന്റെ പൊന്നുമോളെ, 4 വയസ്സുള്ള പൊന്നുമോള് വാതിന് പോകാൻ ഇറങ്ങുമ്പോ അങ്ങ് സ്റ്റെപ്പ് ഇറങ്ങിക്കടിഞ്ഞ് ബാഗ് എടുത്ത് ഡ്രൈവർമാര് കാറിൽ വെക്കുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കഴുത്തില് തൂങ്ങിയിട്ട് കവളത്ത് മുത്തം നിന്ന് ഉപ്പച്ചി പോവണ്ടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തം തരുന്ന മക്കൾ. എവിടേക്ക് യാത്ര ഇറങ്ങുമ്പോഴും എന്റെ തൊട്ടടുത്ത് വന്ന് ഇരു കവളിലും മാറി മാറി കെട്ടിപ്പിടിച്ചുമ്മ തരുന്ന എന്റെ പൊന്നുമക്കൾ. വീടിന്റെ ഗേറ്റും കടന്ന് കാറ് പോകുമ്പോ ഒരു ദുർബലനായ പിതാവിനെ പോലെ തിരിഞ്ഞ് തിരിഞ്ഞു നോക്കി മക്കളിങ്ങനെ കൈവീശി സലാം പറഞ്ഞ് യാത്രയാക്കുമ്പോ എന്റെ നിങ്ങളുടെ ഈ കൽബുകളിൽ മുത്തം തന്ന മക്കളില്ലേ, ആ മക്കളെ പിടിച്ചിട്ട് പറയും, അല്ലാഹുവേ എന്റെ പൊന്നുമക്കളെ ഞാൻ നരകത്തിലേക്ക് ഇടാം, എന്നാലും എന്നെ ഇടല്ലേ അല്ലാ. അല്ല പറയും, ഇല്ല ഇല്ല, പറ്റില്ല പറ്റില്ല, നീ തന്നെ പോകണം. അപ്പൊ വസാഹിബത്തിഹി, ഖുർആനാണ് പറയുന്നത് സൂറത്തുൽ മആരിജ്. വസാഹിബത്തിഹി, എന്റെ ഭാര്യയുണ്ട്, 18 വർഷക്കാലമായി എന്റെ കൂടെയുള്ള, 13 വർഷക്കാലമായി എന്റെ കൂടെയുള്ള ഭാര്യ, വർഷങ്ങളായി നിങ്ങളുടെ കൂടെയുള്ള ഭാര്യ, താങ്ങും തണലുമായ ഭാര്യ, നമ്മുടെ ദുഃഖത്തിലും സ്നേഹത്തിലും കൂടെ നിന്നവൾ, പാതിരാത്രി വരുന്നതും കാത്തറക്കമളച്ച് കാത്തിരുന്നവർ, അവളെ വിളിച്ചിട്ട് പറയും, റബ്ബേ എന്റെ പ്രിയപ്പെട്ടവളെ ഇട്ടുതനാ, പകരം എന്നെ രക്ഷിക്കുമോ? ഇല്ല ഇല്ല. കാളവണ്ടി ഓടിച്ച് ചുമടെടുത്തിട്ട് എന്നെ വളർത്തിയേണ്ട ഉപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, റബ്ബേ എന്റെ ഉപ്പയെ ഞാൻ നരകത്തിന് പകരം തരാം, എന്നെ രക്ഷിക്കുമോ? ഇല്ല ഇല്ല. തൊട്ടുഭാഗത്തും മരണത്തിന്റെ വേദന സഹിച്ച് പ്രസവിച്ച ഉമ്മ നിൽക്കുന്നുണ്ട്. പാതിരാത്രിയിലെ താരാട്ട് പാടി ഉയർത്തിയ ഉമ്മ, അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. മെത്ത പോലെ നെഞ്ച് വിരിച്ചിട്ട് താരാട്ട് പാടി ഉറക്കിയ ഉമ്മ, എന്റെ ഉമ്മാനെ തരാം റബ്ബേ, എന്നെ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ? ഇല്ല ഇല്ല. അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മലക്കുകൾ പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകം ഭയാനകരമാണ്. ഉപ്പയെ കൊടുത്താലും പകരമാവില്ല, ഉമ്മയെ കൊടുത്താലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടില്ല, മക്കളെ കൊടുത്താലും രക്ഷപ്പെടില്ല. പിന്നെ രക്ഷപ്പെടാനൊരു പടിതേരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തകുന്നാറ വലൗ ബിശിക്കി തംറാ, ഒരു കാരക്കയുടെ ചിന്ത കൊടുത്തിട്ടാണെങ്കിൽ നരകത്തിൽ നിന്ന് മോചനം നേടണേ. അല്ലാഹു നമ്മളെ സ്വർഗത്തിലാക്കട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മളെ സ്വർഗത്തിലാക്കട്ടെ. സ്വർഗം പറഞ്ഞാലും പണമില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെ പെടും അതിനോട്. റബ്ബേ സ്വർഗം വാങ്ങാൻ പണം ഞങ്ങളുടെ കയ്യിലില്ല, സ്വർഗത്തിൽ കയറാൻ അമല് ഞങ്ങളുടെ കയ്യിലില്ല.
ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹിലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. കേരളം വിട്ട് തമിഴ്നാട്ടിൽ പോയാൽ തമിഴ്നാട്ടിലെ മിക്ക പള്ളികളിലും ജുമയ്ക്ക് ശേഷം അവിടെ ഇരിക്കുന്ന കാരണവന്മാരും ജുമയ്ക്ക് വരുന്നവരും ഈ ബൈത്ത് പാടാറുണ്ട് അല്ലേ? തമിഴ്നാട്ടിലുണ്ട്. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് രണ്ടാമത്തെ സലാം വിട്ട് നമ്മൾ പീടികയിലെത്തിയിട്ടുണ്ടാവും. വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ പലപ്പോഴും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. എല്ലാ ജുമയ്ക്ക് ശേഷവും മുഴുവൻ ആളുകളും ഇരുന്ന് റബ്ബേ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. കാണാൻ തമിഴ്നാട് കേരളം പോലെ തന്നെയാണ്. കേരളത്തിൽ പൊന്നാനി ഉള്ളതുപോലെ തമിഴ്നാട്ട് കീഴക്കരയുണ്ട്, കായൽപട്ടണം. കേരളത്തിൽ പൊന്നാനി പോലെ തമിഴ്നാട്ടിൽ കായൽപട്ടണമുണ്ട്. തമിഴ്നാട് നിരവധി ആലിമീങ്ങൾ സൂഫികളും ജീവിച്ച നാടാണ്. കുണംകുടി മസ്താൻ എന്ന് പറയുന്ന ഒരു മസ്താൻ ഉണ്ടായിരുന്നു. അത്തക പുത്തക നാലുകാല് അവൻ കുണംകുടി മസ്താന്റെ ഒരു കവിതയുണ്ട്. അത്തക പുത്തക നാലുകാല് അവൻ ഊരുക്കു പോകിലോ 10 കാല്. അത്തക പുത്തക 4 കാല് അവന് താനെ നടക്കിലോ 2 കാല്. ഉച്ചി വെളുക്കിലോ 3 കാല് അവൻ ഊരുക്കു പോകിലോ 10 കാല്. കുണംകുടി മസ്താന്റെ കവിതയാണിത്. അത്തക പുത്തക 4 കാല്. എടാ പച്ചപ്പൊട്ട, എടാ പച്ചപ്പൊട്ട, നീ ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് വന്നപ്പോ 4 കാലിലാണ് നടത്തം തുടങ്ങിയത്. നീ താനെ നടക്കിലോ 2 കാല്. പിന്നെ എഴുന്നേറ്റ് നടന്നപ്പോ കുത്തിയ കൈമാറി 2 കാലായി. ഉച്ചി വെളുക്കിലോ 3 കാല്. ഉച്ചി വെളുക്കാൻ തുടങ്ങിയപ്പോ നരവരാൻ തുടങ്ങിയപ്പോ 3 കാലിൽ നടപ്പായി നിനക്ക്. നടക്കുന്ന 2 കാല് കുത്തിപ്പിടിക്കുന്ന വടിയൊന്ന് 3. അവസാനം ഊരുക്ക് പോവിലോ 10 കാല്. അവൻ ഊരുക്ക് പോയപ്പോ എവിടെ പോയപ്പോ എന്താ നമ്മ സ്വന്തം ഊരെങ്കെ എന്നപ്പാ തമിഴ് പേശതെങ്കെ. ഞാൻ ഇവിടെ വന്നപ്പോ തമിഴ് പ്രസംഗമായിരുന്നല്ല, തമിഴ് തരി. അവൻ ഊരുക്ക് പോകുമ്പോ നമ്മുടെ ഊരേതാ? പള്ളിക്കാട്. അവിടേക്ക് പോകുമ്പോ 10 കാല്. മയ്യത്ത് കെട്ടിലിന് 6 കാല്. താങ്ങി നിൽക്കുന്നവന്റെ 4 കാല്. 6 4 10 കാലിൽ പോകേണ്ടവൻ 4 കാലിൽ കമിഴ്ന്ന്, പിന്നെ 2 കാലിൽ നിവർന്ന്, 3 കാലിൽ കുനിഞ്ഞ്, 10 കാലിൽ മലർന്നു കിടന്ന് പള്ളിക്കാട്ടിലേക്ക് പോകേണ്ട നീ ആണോടാ പൊട്ട? നീ ആണോടാ പൊട്ട? അകക്കൺ തുറന്നൊന്നു നോക്കിക്കേ മൂടാ, ഉത്സാരമോ താൽ ഉറങ്ങാമോ കേടാ. അകക്കുൾ തുറക്കുൾ അടയ്ക്കല്ല മാടാ, മൂടിട്ട ചെപ്പിൽ മുത്തുണ്ട് കേടാ. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ ഫൊട്ട, പന്തം തെളിച്ചാൽ ഫജ്റാമോ ഫൊട്ട. നട്ടാൽ ഫുൽനെല്ല് വിളയുമോ ഫൊട്ട, നാരായം വിട്ടാസു ചുറ്റുമോ ഫൊട്ട. സഫലമാലയാണ് ശുജായി മൊയ്തു മുസ്ലിയാർ എഴുതിയ സഫലമാല. പകല് കണ്ണടച്ച ഇരുട്ടാവോ? ആവോ? പകൽ കണ്ണടച്ചാൽ ഇരുളാമോ ഫൊട്ട, പന്തം തെളിച്ചാൽ ഫജ്റാമോ ഫൊട്ട. രാത്രിയിൽ പന്തം തെളിച്ചു വെച്ചാൽ പകലാകുവോ? നട്ടാൽ ഫിൽ നെല്ല് വിളയുമോ ഫൊട്ട. വയലിൽ കൊണ്ടുപോയി പുല്ലിട്ടിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് നെല്ല് വരട്ടെ എന്ന് പറഞ്ഞാൽ നെല്ല് വരുവോ? നെല്ല് വരുവോ? ഈ ദുനിയാവിൽ തമ്മാടിത്തരം ചെയ്തിട്ട് സ്വർഗം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുവോ? ഇതാണ് ശുജായി മൊയ്തു മുസ്ലിയാർ. ഈ പാട്ടൊക്കെ പഠിക്കണം, അല്ലാതെ ഞാൻ കെട്ടിയ പെണ്ണിനെ ചന്തം കുറവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല പാട്ട്, ഇതാണ് പാട്ട്. എടാ നീ ഇവിടെ തെമ്മാടിത്തരം ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടുവോ? നരകമല്ലേ കിട്ടൂ. അതുകൊണ്ട് നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ വാതിൽ തുറക്കി. ഈ സദസ്, ഈ ആണ്ട് നേർച്ച, ഈ ദിക്ർ, ഈ ദുആ ഏകനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിനക്ക് റബ്ബല്ലാതെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആ റബ്ബിൻ്റെതല്ലാതെ നിനക്കൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്.